നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. ഞാൻ അശ്വതി. ഞാൻ എൽദോപ്പോൾ പുതുശ്ശേരി. നമ്മൾ ഓണത്തിന്റെ ദിവസങ്ങളിലേക്ക് കടക്കുന്നു. ഇന്ന് പൂരാടം അല്ലേ? അതെ, ഇന്ന് പൂരാടം. ഉത്രാടപ്പാച്ചിൽ നാളെയാണ്. അപ്പോൾ തിരുവോണത്തിലേക്ക് നമ്മൾ പോവാണ്. മറ്റൊരു ഓണം കൂടി വരുമ്പോൾ വലിയ പ്രതീക്ഷ. ഉറപ്പായും ഒരുപാട് സങ്കടങ്ങളൊക്കെ ഇതിനിടയിൽ ഉണ്ട് എങ്കിൽ പോലും ഈ പറയുന്ന പോലെ എങ്കിലും ഓണമല്ലേ? അതെ, എങ്കിലും ഓണമല്ലേ എന്നുള്ള ആ ഒരു ഇതിലൂടെ നമ്മൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി വാർത്തകളുള്ള ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് സീതാറാം യെച്ചൂരിയുടെ വിയോഗം അത് നമ്മളെ വലിയ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം. വലിയൊരു വിടവാണ് അദ്ദേഹം ബാക്കിയാക്കിയിരിക്കുന്നത്. ഉറപ്പായും ദേശീയ രാഷ്ട്രീയത്തിൽ അത്രമാത്രം ഒരു പ്രാധാന്യമുള്ള ഒരു വ്യക്തിത്വത്തിന്റെ അത് ഉണ്ടാക്കുന്ന ഒരു വിടവ് അത് കാലങ്ങൾ കൊണ്ട് മാത്രമേ നികത്താൻ കഴിയൂ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിരവധി വാർത്തകളുണ്ട്. ADGP ഇന്നലെ അദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നു. അപ്പോൾ ചോദ്യം ചെയ്യലാണോ മൊഴിയെടുക്കലാണോ, അദ്ദേഹം പരാതിക്കാരനായിരുന്നോ അല്ലെങ്കിൽ ആരോപണ വിധേയനായിരുന്നോ, ഇതിൽ ഏത് രീതിയിലായിരുന്നു മൊഴിയെടുപ്പ് എന്നതുള്ള അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകണം. ഓണം വിശേഷങ്ങൾ നിരവധിയുണ്ട്. പ്രേക്ഷകർക്ക് ആ ഓണം വൈബ് നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ പോകും. ഒപ്പം നിരവധി മറ്റു വാർത്തകളുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സ്പെഷ്യൽ ഡേയും എല്ലാം ചേർത്ത് പിടിച്ച് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. നമുക്കപ്പോൾ വാർത്തകളിലേക്ക് പോകരുതോ? ഉറപ്പായും. അപ്പോൾ നമ്മൾ ആദ്യം സീതാറാം യെച്ചൂരിയുടെ വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയുടെ സമയങ്ങളാണ്. അദ്ദേഹം ഇന്നലെയാണ് വിടവാങ്ങിയത്. യെച്ചൂരി മരിക്കാത്ത ചെന്താരകം. അന്തരിച്ച CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം ഇന്ന് വൈകിട്ടോടെ ഡൽഹിയിലെ വസതിയിലേക്ക് കൊണ്ടുപോകും. 6 മണി മുതൽ വസതിയിൽ പൊതുദർശനം നടക്കും. കേരളത്തിലെ നേതാക്കൾ ഇന്ന് ഡൽഹിയിലെത്തും. കിരൺ ബാബു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. കിരൺ ബാബു വിവരങ്ങളുമായി ചേരും. എന്തായാലും ഈ സീതാറാം യെച്ചൂരിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വലിയൊരു വിടവ് അദ്ദേഹം ബാക്കിയാക്കിയിരിക്കുന്നു. ഇനി ആര് അദ്ദേഹത്തിന് പിൻഗാമിയായി വരുന്നു എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുകയാണ്. അത്തരത്തിൽ ഇന്ന് കേരളത്തിലെ നേതാക്കളടക്കം ഡൽഹിയിലേക്ക് പോകുന്നുണ്ട്. പെട്ടെന്നുള്ളൊരു നമ്മളെ വിട്ടുപോയത് വളരെ പെട്ടെന്നായിരുന്നു എന്ന് പറയാം നമുക്ക്. അത്തരത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരു വിയോഗമാണ് അദ്ദേഹത്തിൻ്റെതായി സംബന്ധിച്ചത്. ഇന്നലെ എല്ലാവരുടെയും രാഹുൽ ഗാന്ധിയുടേതടക്കമുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അത്രയും വേണ്ടപ്പെട്ട ഒരാൾ. രാജ്യമെന്നുള്ള കാര്യത്തിൽ ഇത്രയും അവഗാഹമുള്ള ഒരാളില്ല എന്നുള്ളതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. കിരൺ ബാബു നമ്മളൊപ്പം ചേരുന്നത്. കിരൺ, അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അത് കൂടുതൽ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വിട്ടു നൽകണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അതുതന്നെയാണ് നടക്കാൻ പോകുന്നതും. പക്ഷേ പൊതുദർശനം നാളെ എന്നായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. ഇന്ന് മുതൽ തന്നെ ഉണ്ടോ? ഇന്ന് അദ്ദേഹത്തെ കാണാനുള്ള സാഹചര്യം ഒരുക്കുന്നുണ്ടോ? എൽദോ ഇന്ന് വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ വസതി മുന്നിലുള്ള വസതിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നുണ്ട്. അടുത്ത ബന്ധുക്കളടക്കമുള്ളവർ എത്തിയിട്ടുണ്ട്. അവർക്കടക്കം കാണുവാൻ വേണ്ടി ആ തരത്തിലേക്കാണ് വീട്ടിൽ ഒരു പൊതുദർശനം കൂടി വെക്കുന്നത്. പക്ഷേ പാർട്ടി ഓഫീസിലാണ് പൊതുജനങ്ങൾക്കും മറ്റ് നേതാക്കൾക്കും എല്ലാവർക്കും വേണ്ടിയുള്ള പൊതുദർശനം ഉള്ളത്. അത് നാളെയാണ് പൊതുദർശനം. പാർട്ടി ഓഫീസിലെത്തുന്നതിന് മുമ്പ് അല്പസമയം വീട്ടിൽ വെക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ബന്ധുക്കളടക്കമുള്ളവർ ആന്ധ്രാപ്രദേശിൽ നിന്ന് എത്തിയിട്ടുണ്ട്. അങ്ങനെ അത്തരം ആളുകൾക്ക് വേണ്ടിയാണ് പ്രത്യേകിച്ച് ഇന്ന് വീട്ടിൽ വൈകുന്നേരം പൊതുദർശനം വെക്കുന്നത്. അതിനുശേഷം നാളെ രാവിലെ മുതലാണ് പൊതുദർശനം AKG ഭവനിൽ വെക്കുന്നത്. AKG ഭവനിൽ വെച്ചിട്ടാണ് പൊതുദർശനത്തിലാണ് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും അതോടൊപ്പം തന്നെ യെച്ചൂരിയെ കാണാനെത്തിയ ജനങ്ങളുമെല്ലാം അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം കാണാനായി അവിടെ അന്ത്യോപചാരം അർപ്പിക്കാനായി എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇന്നും പാർട്ടി ഓഫീസിൽ എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ പല സ്ഥലങ്ങളിൽ നിന്നായി ആളുകൾ എത്തുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഡൽഹിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നാളെയാണ് ഇപ്പോൾ ഔദ്യോഗികമായി പൊതുദർശനം പാർട്ടി ഓഫീസിൽ വച്ചിരിക്കുന്നത്. റൈറ്റ് കിരൺ, കേരളത്തിൽ നിന്ന് നേതാക്കളൊക്കെ ഇന്ന് ഡൽഹിയിലേക്ക് എത്തും. എങ്ങനെയാണ് ഈ പാർട്ടി അദ്ദേഹത്തിന് ഉള്ള ഒരു വിടവാങ്ങൽ ആലോചിക്കുന്നത്? എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ കൂടി? എൽദോ CPMൻ്റെ 5ാമത്തെ ജനറൽ സെക്രട്ടറിയാണ്. CPMൻ്റെ ചരിത്രത്തിലെ 5ാമത്തെ ജനറൽ സെക്രട്ടറിയാണ് സീതാറാം യെച്ചൂരി. P. സുന്ദരയ്ക്കും EMSനും ഹർകിഷൻ സുർജിത്തിനും 4ാമതായി വന്ന പ്രകാശ് കാരാട്ടിന് ശേഷമാണ് സീതാറാം യെച്ചൂരി CPMൻ്റെ ജനറൽ സെക്രട്ടറി ആവുന്നത്. പ്രകാശ് കാരാട്ട് ജനറൽ സെക്രട്ടറി ആവുന്ന കാലം വരെ ജനറൽ സെക്രട്ടറിമാർക്ക് കാലപരിധിയൊന്നും നിശ്ചയിച്ചിരുന്നില്ല. പിന്നീടാണ് 3 ടേം എന്നുള്ള ഒരു കാലപരിധിയിലേക്ക് CPM എത്തിയത്. അതിനുശേഷം 3 ടേം പ്രകാശ് കാരാട്ട് പൂർത്തിയാക്കിയതിന് ശേഷം ഇപ്പോൾ സീതാറാം യെച്ചൂരി. യഥാർത്ഥത്തിൽ CPMൻ്റെ ഒരു ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരുന്ന് ഒരാൾ മരിക്കുന്നതും ആദ്യമായിട്ടാണ്.
വരികയാണ്. അതും ഒരു അസാധാരണമായ സംഭവമാണ്. അതും 72 വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിനുള്ളത് എന്നുള്ളത്. മുൻ ജനറൽ സെക്രട്ടറിമാരെല്ലാം മരണമടയുമ്പോൾ വലിയ പ്രായത്തിലേക്ക് 90 കഴിഞ്ഞ് കടന്ന് സുർജിത്തായാലും EMS ആയാലും എല്ലാം അവരെല്ലാം വലിയ പ്രായത്തിൽ തന്നെയാണ് മരിച്ചത്. പക്ഷേ ഇദ്ദേഹം അങ്ങനെയല്ല. അതിനേക്കാളൊക്കെ ഏറെ ചെറുപ്പത്തിൽ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളിലേക്ക് നന്നേ ചെറുപ്പത്തിൽ വന്നെങ്കിൽ അതേ പ്രായത്തിലൊക്കെ തന്നെ അദ്ദേഹം ജീവിതത്തോട് തന്നെ വിട പറഞ്ഞു പോകുന്നു എന്നുള്ളത് കൂടിയുണ്ട്. സീതാറാം യെച്ചൂരിയെ പോലെ ഒരു നേതാവിനെ വിടവാങ്ങുമ്പോൾ CPM ഇതിന് സീതാറാം എന്ന നേതാവിനോട് ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ CPMൻ്റെ ഏറ്റവും ചെറുപ്പക്കാരായ ആളുകൾ മുതൽ വളരെ പ്രായമുള്ള ആളുകൾക്ക് വരെ സീതാറാമിനോട് ആ തരത്തിലേക്കുള്ള വൈകാരികമായ ഒരു ബന്ധമുണ്ട്. കാരണം സീതാറാമിൻ്റെ പാർട്ടി നേതാവ് എന്നതിനപ്പുറത്തേക്ക് എല്ലാ ആളുകളുമായും സാധാരണക്കാരായ ആളുകളുമായിട്ടടക്കം അത്തരം ഒരു ബന്ധം സൂക്ഷിക്കുന്ന ആളായിരുന്നു സീതാറാം യെച്ചൂരി. മുമ്പടക്കം പലപ്പോഴും പറയുമായിരുന്നു CPM ഓഫീസ് നിൽക്കുന്ന ഗോൾ മാർക്കറ്റിലെ അടുത്ത കടകളിലുള്ള നിൽക്കുന്ന ചെറു പയ്യന്മാർക്കടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ നിൽക്കുന്നവരൊക്കെയാണ് കടകൾ ചെറിയ കൂലിക്കൊക്കെ നിൽക്കുന്ന പയ്യന്മാരാണ്. അവരോടടക്കം സീതാറാമിന് അവരെ പരിചയമുണ്ട്. സീതാറാമിനോട് അവർക്കും പരിചയമുണ്ട്. പരസ്പരം പേര് വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും. അടുത്ത് ഒരു ഓഫീസിൽ വരുന്ന പ്രധാനപ്പെട്ട സൈദ്ധാന്തിക കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയെ അന്ന് നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട നേതാവ് എന്ന നിലയ്ക്ക് അങ്ങനെ മാറി നിൽക്കുന്ന ഒരാളല്ല സീതാറാം. അങ്ങനെ പെട്ടെന്ന് തന്നെ അത് സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. മുന്നിൽ നിൽക്കുന്നവരോട് ചിരിച്ചുകൊണ്ട് ഏത് സമയവും സംസാരിക്കും. ഒട്ടുമിക്ക ഭാഷയും അദ്ദേഹത്തിന് സംസാരിക്കാൻ അറിയില്ലെങ്കിലും ആ സംസാരിക്കാൻ അറിയാത്ത ഭാഷയിലടക്കം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ തിരിച്ച് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സവിശേഷമായ സ്കില്ലും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇംഗ്ലീഷും ഹിന്ദിയും തെലുങ്കും തമിഴും എല്ലാം അദ്ദേഹം പറയും. മലയാളമടക്കം അവസാന കാലത്തൊക്കെ മലയാളമടക്കം അദ്ദേഹത്തോട് മലയാളത്തിൽ ചോദിച്ചാൽ അദ്ദേഹത്തിന് മലയാളം എന്താണെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ ചില വാക്കുകളൊക്കെ ചെറിയ ചില വാചകങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. അങ്ങനെ വിവിധ ഭാഷകളിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് ചിലർക്കൊരു പ്രത്യേകതയാണ്. വളരെ വേഗത്തിൽ തന്നെ ആളുകളുമായി ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർക്കടക്കം സീതാറാമുമായി അത്തരത്തിലേക്കുള്ള വൈകാരിക ബന്ധമുണ്ട്. ഇന്ത്യയുടെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും CPMൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ മാത്രമല്ല CPMന് അധികം ശക്തിയില്ലാത്ത സ്ഥലങ്ങളിലടക്കം സഞ്ചരിക്കുകയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പോവുകയും ഒക്കെ ചെയ്തിട്ടുള്ള നേതാവാണ് സീതാറാം. അതുകൊണ്ട് തന്നെ അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഡൽഹിയിലേക്ക് എത്തിച്ചേരും. അങ്ങനെ ഇന്നലെ തന്നെ വൈകുന്നേരം മുതൽ എത്തിച്ചേരാൻ ആരംഭിച്ചു എന്നാണ് ഡൽഹിയിൽ നിന്ന് AKG ഭവനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. ആളുകൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ് എപ്പോഴാണ് പൊതുദർശനം എപ്പോഴാണ് എത്തേണ്ടത് എന്നുള്ളതും ആ വിവരങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിപുലമായ ഒരുക്കങ്ങൾ തന്നെയാവും അദ്ദേഹത്തിൻ്റെ പൊതുദർശനത്തിന് വേണ്ടി ഉണ്ടാവുക. അതിനുശേഷം CPM ഓഫീസിൽ നിന്ന് AKG ഭവനിൽ നിന്ന് എയിംസിലേക്കാണ് മൃതദേഹം കൊണ്ടുപോവുക. വൈകുന്നേരത്തോടുകൂടി മൃതദേഹം എയിംസിന് കൈമാറുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ തീരുമാനം. ചിലപ്പോൾ സ്വാഭാവികമായും ആളുകളുടെ എണ്ണ കൂടുതലൊക്കെ കൊണ്ട് അതിന് താമസമുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ വൈകുന്നേരം 6 മണിക്ക് മുമ്പ് തന്നെ മൃതദേഹം കൈമാറുന്ന എണ്ണം എന്നുള്ള തീരുമാനത്തിലാണ് CPM നിൽക്കുന്നത്. സ്വാഭാവികമായും ആ മൃതദേഹം പോകുന്ന വഴിയിലടക്കം ആളുകളുടെ ഈ യെച്ചൂരിയെ കാണാൻ വേണ്ടി കാത്തു നിൽക്കാനുള്ള സാധ്യതയുണ്ട്. 1975 മുതൽ ഡൽഹി നഗരത്തിന് പരിചിതമായ മുഖമാണ് സീതാറാം യെച്ചൂരി എന്നത്. 69-ലാണ് ഡൽഹിയിലെത്തുന്നത്. 75-ലാണ് അദ്ദേഹം ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലേക്ക് വരുന്നത്. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ അമരത്ത് നിൽക്കുന്ന പോരാളി എന്ന നിലയ്ക്കാണ് ഡൽഹി ആയാലും ഇന്ത്യ ആയാലും സീതാറാം യെച്ചൂരി എന്ന യുവ കമ്മ്യൂണിസ്റ്റുകാരനെ അറിയപ്പെടാൻ തുടങ്ങിയത്. അന്ന് തന്നെ അടിയന്തരാവസ്ഥക്കെതിരെ നടക്കുന്ന വലിയ സമരങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട ബൗദ്ധിക കേന്ദ്രം എന്നതിനപ്പുറത്തേക്ക് പ്രത്യക്ഷ സമരങ്ങളിലും രംഗത്ത് വന്ന വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെയായിരുന്നു JNUവിൽ ഉണ്ടായിരുന്നത്. അന്ന് JNUവിലെ SFI യൂണിറ്റിൻ്റെ പ്രസിഡന്റും അതോടൊപ്പം തന്നെ JNU സ്റ്റുഡൻസ് യൂണിയൻ്റെ 3 തവണ പ്രസിഡന്റായിരുന്ന പ്രകാശ് കാരാട്ടിൻ്റെ തൊട്ട് പിൻഗാമിയായിട്ടാണ് ഒരുമിച്ച് കടന്നു വരുന്നത്. ആദ്യം പ്രകാശ് കാരാട്ട് വരുന്നു, പിന്നീട് സീതാറാം യെച്ചൂരി വരുന്നു. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഒരു വലിയ പ്രധാനപ്പെട്ട ക്യാമ്പസിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അങ്ങനെ വേരോട്ടമൊന്നും ഇല്ലാത്ത ഡൽഹി പോലൊരു സ്ഥലത്തെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ പഠിക്കുന്ന JNU പോലെ ഒരു സർവകലാശാലയിൽ SFI സംഘടന വരുന്നതും SFIക്ക് അവിടെ വലിയ സ്വാധീനം ലഭിക്കുന്നതും അങ്ങനെ അത് രാജ്യത്ത് തന്നെ അന്ന് വലിയ വാർത്തയും ഒക്കെ ആയിരുന്നു. JNU സർവകലാശാല സ്റ്റുഡൻസ് യൂണിയൻ SFI അധികാരത്തിലേറുന്നു എന്നുള്ളതൊക്കെ. അങ്ങനെ അത്തരത്തിലേക്കുള്ള ആ മൂവ്മെൻറ്റിൻ്റെ മുന്നിൽ നിന്നയാളാണ്. അതിനുശേഷമാണ് ഡൽഹിയിൽ അടിയന്തരാവസ്ഥ വരുന്ന സമയത്ത് അടിയന്തരാവസ്ഥയ്ക്കെതിരായ വലിയ പ്രക്ഷോഭങ്ങളൊക്കെ നയിക്കുന്നു. പ്രകാശ് കാരാട്ട് അടക്കമുള്ളവർ ഒളിവിൽ പോകുന്നു. കുറഞ്ഞ കാലം സീതാറാം യെച്ചൂരിയും ഒളിവിൽ പോകുന്നു. പോലീസിൻ്റെ അറസ്റ്റ് ഉണ്ടാവുന്നു. അന്ന് മേനകാ ഗാന്ധി ക്യാമ്പസിൽ പ്രവേശിക്കുന്നത് തടയാൻ വേണ്ടി സീതാറാമിൻ്റെ നേതൃത്വത്തിൽ തടയുന്നു. ഇതേ തുടർന്നാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥയുണ്ടാവുന്നു. അങ്ങനെ നിരന്തരമായ സംഘർഷങ്ങളുടെയും സമരങ്ങളുടെയും കാലമായിരുന്നു. ഈ സമരങ്ങളും സംഘർഷങ്ങളും ഒക്കെ നയിക്കുമ്പോഴും നമ്മൾ ആലോചിക്കണം, 12ാം ക്ലാസ്സിലും +2-ന് രാജ്യത്ത് 1ാം റാങ്കോടുകൂടി വിജയിച്ച ആളാണ് സീതാറാം
സീതാറാം യെച്ചൂരി. ഡിഗ്രിക്ക് ഓണേഴ്സ് പഠിക്കുമ്പോൾ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലാണ് പഠിക്കുന്നത്. അവിടെ സാമ്പത്തിക ശാസ്ത്രത്തിലും 1ാം റാങ്കോടുകൂടി വിജയിച്ച ആളാണ് സീതാറാം യെച്ചൂരി. എല്ലാം പഠനത്തിൽ ഏറ്റവും രാജ്യത്തെ ഒന്നാമനായി വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും മിടുക്കനായ ഒരു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെയാണ് JNUവിലെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ മുൻനിരയിൽ നിൽക്കുന്നതും അറസ്റ്റ് വരിക്കുന്നതും ഒളിവിൽ പോകേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകുന്നതും എല്ലാം തന്നെ. അങ്ങനെ നിൽക്കുന്ന ഒരു ആൾ അന്നു മുതൽ ഡൽഹി നഗരത്തിന് പരിചിതമായ ആൾ പിന്നീട് നടന്ന സുപ്രധാനമായ ഡൽഹിയിലെ അധികാര മാറ്റങ്ങളിലൊക്കെ ഏതെങ്കിലും ഒരു പക്ഷത്തല്ല മതേതര ചേരിയുടെ പക്ഷത്ത് ഉറച്ചു നിന്ന ഒരു നേതാവാണ്. അന്നെല്ലാം ഹർകിഷൻ സിംഗ് സുർജിത്തിനൊപ്പം നിന്ന നേതാവ് കൂടിയാണ്. അദ്ദേഹത്തിനൊപ്പം ഈ മുന്നണി നെയ്ത്തു കലയിലും അദ്ദേഹത്തിനുണ്ടായ പാഠവുമെല്ലാം അതിൻ്റെ കൂടി ഫലമാണ്. ഹർകിഷൻ സിംഗ് സുർജിത്തിനെ പോലെ രാഷ്ട്രീയത്തിൽ അസാധ്യമെന്ന് തോന്നുന്നതെന്തും സാധ്യമാക്കി തീർക്കുന്ന അസാമാന്യമായ കഴിവും സർഗവൈഭവമുള്ള ഒരു നേതാവിനൊപ്പം നിന്ന് എങ്ങനെയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രാദേശിക പാർട്ടികളെ കൂട്ടിയോജിപ്പിക്കേണ്ടത്, എവിടെയൊക്കെയാണ് അവർക്ക് വൈകല്യങ്ങളുള്ളത്, അല്ലെങ്കിൽ അവരുടെ നേട്ടങ്ങൾ എന്തെല്ലാമാണ്, എങ്ങനെ അവരെ കൂട്ടിയോജിപ്പിക്കാം, എവിടെയാണ് അവർ പിണങ്ങിപ്പോകാൻ സാധ്യതയുള്ളത്, ഇതൊക്കെ കൃത്യമായി തിരിച്ചറിയുന്ന അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുള്ള അതോടൊപ്പം തന്നെ ഈ നേതാക്കളുമായിട്ടെല്ലാം തന്നെ വിപുലമായ ബന്ധം നമുക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ അത്തരത്തിൽ എല്ലാ പ്രാദേശിക പാർട്ടി നേതാക്കളുമായും അത്തരത്തിൽ ബന്ധമുള്ള മറ്റൊരു നേതാവുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വളരെ ചുരുക്കം ചിലരുടെ പേര് മാത്രമേ പറയാൻ കഴിയൂ. സീതാറാം യെച്ചൂരിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ഉത്തർപ്രദേശിലാണെങ്കിൽ മുലായം സിംഗ് യാദവുമായി വളരെ അടുത്ത ഹൃദയബന്ധമുണ്ടായിരുന്നു. കിരൺ, നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ മുഴുവൻ നമ്മൾ പറഞ്ഞതാണ്. എങ്കിൽ പോലും ഒരു നേതാവ് അദ്ദേഹം നമ്മളോട് വിട പറയുമ്പോൾ അദ്ദേഹം ബാക്കി വെക്കുന്ന അല്ലെങ്കിൽ ഇനിയുള്ളവർക്ക് മാതൃകയാക്കാവുന്ന കുറേയധികം നല്ല ഗുണങ്ങൾ അദ്ദേഹത്തിനുണ്ട്. സീതാറാം യെച്ചൂരിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ചിരി, അനുനയിപ്പിക്കാനുള്ള അസാധാരണമായ കഴിവ്, ഷാർപ്പായി കാര്യങ്ങൾ പറയുമ്പോഴും ആ മുഖത്ത് ആ ചിരിമായില്ല എന്നുള്ളതാണ്. എന്ത് കാര്യങ്ങളും കൃത്യമായി പറയും, അത് ഏത് ഗൗരവമുള്ള വിഷയമാണെങ്കിലും ഷാർപ്പായി പറയും, അപ്പോഴും ആ ചിരി ഉണ്ടാകും. ഇത്തരത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹത്തിൽ നിന്നും ഇനി വരുന്ന യുവ രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ പൊതുപ്രവർത്തകർ പഠിക്കേണ്ടതായിട്ടുള്ളത്? ശ്രുതി, ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായി സീതാറാം യെച്ചൂരിയിൽ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് നമ്മൾ പരിശോധിച്ചാൽ കാണുന്നത് സീതാറാം യെച്ചൂരിയുടെ ആശയ വ്യക്തതയും അത് മറ്റുള്ളവരോട് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവുമാണ്. വളരെ കോംപ്ലിക്കേറ്റഡായ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്ത ആളാണ് സീതാറാം യെച്ചൂരി. പക്ഷേ സീതാറാം യെച്ചൂരി അത്തരം വിഷയങ്ങളൊക്കെ വളരെ മറ്റുള്ളവർക്ക് മനസ്സിലാവും. ഓരോരുത്തരോടും എങ്ങനെ പറഞ്ഞാലാണ് അവർക്ക് ഈ വിഷയങ്ങൾ മനസ്സിലാവുന്നത്, ആ തരത്തിലേക്ക് മനസ്സിലാകാൻ കഴിയുന്ന രീതിയിലേക്ക് പറയാൻ കഴിയുന്ന ആളായിരുന്നു സീതാറാം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഓരോരുത്തർക്ക് ചിലപ്പോൾ ഓരോ വിഷയത്തിൽ ആണവ കരാറെ പോലെ US ആണവ കരാർ പോലെ ഒരു വിഷയം വരുമ്പോൾ എന്താണ് ആണവ കരാറെന്നോ ആണവ കരാറിൻ്റെ വ്യവസ്ഥകൾ എങ്ങനെയാണോ ഇന്ത്യക്ക് എതിരാകുന്നതെന്നോ, അമേരിക്കയുമായിട്ടാണ് ഒരു കരാർ ഉണ്ടാക്കുന്നത്, അത് ആണവ കരാറാണ് എന്നതിനപ്പുറത്തേക്ക് സാധാരണ ഒരു ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കുക പ്രയാസമായിരുന്നു. അന്നടക്കം ഇത്തരം കാര്യങ്ങളെ വളരെ ലളിതമായി പാർട്ടി പ്രവർത്തകർക്ക് അവർക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ നേതാക്കളോട് സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക്, അങ്ങനെ ആശയവിനിമയത്തിലുള്ള അസാധാരണമായ ഒരു കഴിവാണ് സീതാറാം യെച്ചൂരിയെ ഒരു വ്യക്തി എന്ന നിലയ്ക്കും അല്ലെങ്കിൽ ഒരു നേതാവ് എന്ന നിലയ്ക്ക് ഏറ്റവും അദ്ദേഹത്തിൻ്റെ എടുത്തു പറയേണ്ട അല്ലെങ്കിൽ മറ്റു നേതാക്കൾക്ക് മാതൃകയാകാവുന്ന പ്രത്യേകത. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിലെ എങ്ങനെയാണ് ഏത് ദുർബലമായ സാഹചര്യത്തിലും എങ്ങനെ നമുക്ക് അതിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഐക്യമുന്നണി സർക്കാർ 96 രൂപീകരിക്കുമ്പോഴായാലും 1ാം UPA സർക്കാർ 2004 രൂപീകരിക്കുമ്പോഴായാലും കർണാടകയിൽ BJP ഒന്നാമത്തെ പാർട്ടിയാകുമ്പോൾ JDSൻ്റെ സഹായത്തോടുകൂടി JDSനെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് കോൺഗ്രസ് പിന്തുണയോടെ അവിടെ ഒരു സർക്കാർ രൂപീകരിക്കുന്ന വിഷയത്തിലായാലും ഇപ്പോൾ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന BJPക്ക് വലിയ ശക്തി ഉണ്ടായിരുന്ന ഒരു കാലത്ത് BJP ഒരിക്കലും തകരില്ല എന്നൊക്കെ വിചാരിച്ചെടുത്തുന്ന ഇന്ത്യ മുന്നണി തട്ടിക്കൂട്ട് മുന്നണി എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ മുന്നണി വിജയത്തിന് അരികെ വരെ എത്തിയ സീറ്റ് എണ്ണത്തിലേക്ക് ഇന്ത്യ മുന്നണിയെ മാറ്റുന്നതിൽ, അങ്ങനെ ഒരു മുന്നണി രൂപീകരിക്കുന്നതിൽ എങ്ങനെയാണ് ഈ പാർട്ടികളെല്ലാം കൂട്ടിയോജിപ്പിക്കുന്നത്, ആ കൂട്ടിയോജിപ്പിക്കാനുള്ള അസാധാരണമായ ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് പ്രധാനപ്പെട്ട ഒരു വിഷയം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വ്യക്തികളെല്ലാം ഓരോ പാർട്ടികൾ, പ്രാദേശിക പാർട്ടികൾ അങ്ങനെ ആശയപരമായി ഏതെങ്കിലും ഒരു സ്വഭാവത്തിൽ മാത്രം നിൽക്കുന്നതല്ല. DMKയുടെ രാഷ്ട്രീയ സ്വഭാവമല്ല ഉള്ളത് സമാജ്വാദി പാർട്ടിയുടെ മറുപക്ഷത്ത് നിൽക്കുന്നതാണ് BSP, മായാവതിയുടെ BSP. അങ്ങനെ ഈ ശരത് പവാറിൻ്റെ പാർട്ടി NCPക്ക് ആണെങ്കിൽ അവിടെ മറ്റൊരു രാഷ്ട്രീയമാണുള്ളത്. ഇനി ശിവസേന ആണെങ്കിൽ ശിവസേന മറുപക്ഷത്ത് നിന്നതാണ്. അങ്ങനെ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും യോജിക്കാൻ കഴിയാത്ത നിരവധി മേഖലകളുണ്ട്. അവരുടെ യോജിപ്പിൻ്റെ വഴികൾ കുറവാണ്. യോജിപ്പിൻ്റെ വഴികൾ കുറവായ ഈ രാഷ്ട്രീയ പാർട്ടികളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായ വലിയ മൂവ്മെൻറ്റ് നടത്താൻ എല്ലാ കാലത്തും കഴിഞ്ഞ ഒരു നേതാവാണ്. ഇന്ത്യൻ മതേതര ചേരിയുടെ അമരക്കാരൻ എന്ന നിലയിൽ തന്നെയാവും സീതാറാം യെച്ചൂരി എന്ന പേര് എക്കാലവും ഓർമ്മിക്കപ്പെടുക. അതിന് അദ്ദേഹത്തിന് സാധ്യമാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം
അദ്ദേഹത്തിന് ഈ ആളുകളോട് ഈ തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഒരു വിഷയം. രണ്ടാമത്, അദ്ദേഹത്തിൽ ഈ നേതാക്കൾക്കെല്ലാം വിശ്വാസമുണ്ടായിരുന്നു, വ്യക്തിപരമായ അടുപ്പമുണ്ടായിരുന്നു. അതാണ് നേരത്തെ പറഞ്ഞത്. മുലായം സിംഗ് യാദവുമായിട്ട് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മകൻ അഖിലേഷ് യാദവുമായും വളരെ അടുത്ത ബന്ധം സീതാറാം യെച്ചൂരിക്കുണ്ട്. ലാലു പ്രസാദ് യാദവുമായി എങ്ങനെയാണോ സീതാറാം യെച്ചൂരിക്ക് ബന്ധമുള്ളത്, അതേപോലെ തന്നെയാണ് തേജസ്വി യാദവുമായിട്ടും അതേ സ്വാതന്ത്ര്യത്തിൽ സംസാരിക്കാനും അവരോട് രാഷ്ട്രീയം ചർച്ച ചെയ്യാനുമുള്ള ബന്ധം സീതാറാം യെച്ചൂരിക്കുണ്ടായിരുന്നു. അത് ശരത് പവാറിനോടായാലും അദ്ദേഹത്തിൻ്റെ മകൾ സുപ്രിയ സുലെയോടായാലും എല്ലാം ആ തരത്തിൽ, ഇനി സ്റ്റാലിനോടായാലും എല്ലാം അങ്ങനെ ഒരു ബന്ധമുള്ളയാളാണ്. ബംഗാളിൽ ശത്രുപക്ഷത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ബംഗാളിൽ ഒരു തരത്തിലും CPM യോജിക്കാൻ കഴിയാത്ത ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് മമതാ ബാനർജി ആയിരുന്നു. ആ മമതാ ബാനർജിയോട് പോലും ഒരു ടോക്കിംഗ് ടേംസ് എപ്പോഴും കാത്തുസൂക്ഷിച്ച നേതാവാണ് സീതാറാം യെച്ചൂരി. പ്രത്യേകിച്ച് കേരളത്തിൽ ഏറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നതാണ് സീതാറാം യെച്ചൂരി കോൺഗ്രസുമായി ചേർന്ന് പോകണം BJPക്കെതിരെ എന്നുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ലൈനെക്കുറിച്ച്. കോൺഗ്രസ് നേതാക്കളുമായും അത്തരത്തിൽ സോണിയാഗാന്ധിക്ക്, എനിക്ക് തോന്നുന്നു CPM സംബന്ധിച്ച് സോണിയാഗാന്ധിക്ക് എല്ലാ കാലത്തും ഏറ്റവും വിശ്വാസമുള്ള ഒരു നേതാവ്, അല്ലെങ്കിൽ സോണിയാഗാന്ധി ഒരു ഉപദേശകൻ്റെ ലെവലിലടക്കം പലപ്പോഴും കണ്ടിരുന്ന ഒരു നേതാവ് ഹർകിഷൻ സിംഗ് സുർജിത്താണ്. പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളിലടക്കം എതിർചേരിയിൽ നിൽക്കുമ്പോഴും ഉപദേശം തേടിയിരുന്ന ഒരു നേതാവ്. സൂചിപ്പിക്കുന്ന പോലെ അതൊരു രാഷ്ട്രീയ അധ്യായമാണ്, പഠിക്കേണ്ട പാഠമാണ്. അത് എത്ര വായിച്ചാലും മറിച്ചാലും തീരാത്ത ഒരു പുസ്തകമായി തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ യെച്ചൂരി എന്ന് നിലനിൽക്കുകയും ചെയ്യും. യെച്ചൂരിയുടെ മരണത്തിന് പിന്നാലെ മറ്റൊരു ബഹിഷ്കരണത്തിൻ്റെ കഥ കൂടി അവസാനിച്ചു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. അതായത് ഇൻഡിഗോ വിമാനയാത്ര ബഹിഷ്കരണം അവസാനിപ്പിച്ചു CPM നേതാവ് EP ജയരാജൻ. പ്രിയ സഖാവ് സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ ഡൽഹിയിൽ എത്താൻ വേണ്ടിയാണ് EP ആ ശപഥത്തിൽ നിന്നും പിന്മാറിയത്. ഇന്നലെ രാത്രി കരിപ്പൂരിൽ നിന്നാണ് ജയരാജൻ ഇൻഡിഗോ വിമാനത്തിൽ ഡൽഹിക്ക് പോയത്. EP സംബന്ധിച്ചിടത്തോളം എൽദോ പറഞ്ഞതുപോലെ ഇത് അവസാനിപ്പിക്കാൻ ഇങ്ങനെ ഒരു സമയം വേണ്ടി വന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം വേണ്ടി വന്നു എന്നുള്ളതാണ്. അദ്ദേഹം നേരത്തെ പലതവണ നമ്മൾ ഈ ചോദ്യങ്ങൾ EPയോട് ആവർത്തിച്ചപ്പോഴും എനിക്കിപ്പോഴും ഞാനത് തുടരുകയാണ് എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിരുന്നത്. ഇന്നലെ അത് യാത്ര ചെയ്ത പ്രിയ സഖാവിനെ കാണാനായി അദ്ദേഹം അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ്. എന്തായാലും നമ്മളാണ് ആ വാർത്ത പ്രേക്ഷകരുമായി ആദ്യം പങ്കുവെക്കുന്നത്. റിപ്പോർട്ട് കാണാം. EP ജയരാജൻ ഇൻഡിഗോയിൽ ഡൽഹിയിലേക്ക്. ജൂൺ 13 കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഇൻഡിഗോ വിമാനം. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉയർത്തിയ ആരോപണങ്ങളുടെ പേരിൽ കേരള രാഷ്ട്രീയം കലാപകലുഷിതം. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട പ്രതിപക്ഷ സംഘടനകളുടെ സമരവേലിയേറ്റം. എവിടെയും മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധങ്ങൾ. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വിമാനത്തിനുള്ളിലും മുഖ്യമന്ത്രിക്കു നേരെ കരിങ്കൊടി വീശി മുദ്രാവാക്യം വിളിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ അസാധാരണ പ്രതിഷേധം നടത്തിയത്. അവർ മുഖ്യമന്ത്രിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചെന്നാരോപിച്ച് EP ജയരാജന്റെയും മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരുടെയും രക്ഷാപ്രവർത്തനം. മുമ്പെന്ന് ഓടി വരികയാണ് പിന്നോട്ട്. അപ്പോൾ യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, മുഖ്യമന്ത്രിയെ നേരെയാണ് ചാടാനുള്ളൊരു ഭാഗം എനിക്ക് തോന്നുന്നു. CM ബാക്കിലുണ്ട്. ഞാൻ ഉടനെ എന്ത് ചെയ്തു, ഈ ആളുകളൊക്കെ ഉണ്ട്. ഞാൻ ഇതിൻ്റെ ഇടയിൽ അവിടെ പോയിട്ട് ആ കോറിഡോർ കാണും. ഇതിൻ്റെ വഴിയുണ്ടല്ലോ, നല്ല വഴി, ഇതിൻ്റെ രണ്ടിൻ്റെയും അവിടെ പോയി ഞാനവിടെ നിർത്തി. ഇത് മദ്യപിച്ച് വിമാനത്തിൽ കയറ്റി വിട്ട് മുഖ്യമന്ത്രിയെ ആക്രമിക്കുക, ഇതിനു വേണ്ടി പ്ലാൻ ചെയ്യുക, ഇത് എത്രമാത്രം അപകടകരമായ നിലയാണ്. ഇതൊരു ഭീകരപ്രവർത്തനത്തിൻ്റെ ഭാഗമല്ലേ. വിമാനത്തിനുള്ളിൽ പ്രതിഷേധിച്ചതിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. ഇവരെ അറസ്റ്റ് ചെയ്തു. ഇൻഡിഗോ അന്വേഷണം ആരംഭിച്ചു. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് 2 ആഴ്ചത്തെയും അവരെ തടഞ്ഞ EP ജയരാജന് 3 ആഴ്ചത്തെയും വിമാനയാത്രാ വിലക്ക് ഏർപ്പെടുത്തി. ഇതോടെയായിരുന്നു EPയുടെ ഇൻഡിഗോ ബഹിഷ്കരണ പ്രഖ്യാപനം. ഒരു നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാത്ത ഒരു എയർ സർവീസായി പോയി ഇൻഡിഗോ. അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു കമ്പനിയുടെ വിമാനത്തിൽ യാത്ര ചെയ്യില്ല എന്നുള്ള നിലപാടിലേക്ക് ഞാൻ എത്തുന്നത്. ഇവരുടെ വിമാനം ഇല്ലെങ്കിലൊക്കെ എനിക്ക് യാത്ര ചെയ്യാനറിയാം. ഞാൻ നടന്നു പോയാലും ഇവരെ വിമാനത്തിൽ കയറൂല. ആരോഗ്യപരമായ കാരണങ്ങളാൽ ട്രെയിൻ യാത്ര ബുദ്ധിമുട്ടായിരുന്ന ജയരാജന് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരേക്കും തിരിച്ചുമുള്ള വിമാനയാത്രാ വഴിയാണ് അതോടെ അടഞ്ഞത്. ഇൻഡിഗോ അധികൃതർ പലതവണ ആവശ്യപ്പെട്ടെങ്കിലും തീരുമാനത്തിൽ നിന്ന് EP പിന്നോട്ട് പോയില്ല. മാസങ്ങൾക്ക് ശേഷം എയർ ഇന്ത്യ തിരുവനന്തപുരം കണ്ണൂർ സർവീസ് ആരംഭിച്ചതോടെയാണ് വീണ്ടും ജയരാജന് വിമാനയാത്ര സാധ്യമായത്.
അതുവരെ ട്രെയിനായിരുന്നു ആശ്രയം. ഇപ്പോൾ 2 വർഷത്തിനു ശേഷമാണ് അദ്ദേഹം വീണ്ടും ഇൻഡിഗോ വിമാനത്തിൽ യാത്ര ചെയ്തത്. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ തന്റെ പ്രിയ സഖാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. എന്തായാലും EP ഇൻഡിഗോയിൽ ഡൽഹിയിലേക്ക് അതൊരു ആ ശബ്ദം, ആ ബഹിഷ്കരണം, അതൊരു ഈ പറയുന്ന വാർത്തയാണെന്ന് ചോദിച്ചാൽ വാർത്തയുമാണ്. പക്ഷെ അതിനകത്തൊരു ഒരു വികാരമുണ്ട്. അവരെ കാണാൻ വേണ്ടി പോകുന്ന ഒരു പോക്കാണല്ലോ. അവിടെ അത്തരം ശബ്ദങ്ങൾ അവിടെ ലക്ഷ്യമാണ് പ്രധാനം എന്നുള്ളതാണ്. അത് പോയേ അദ്ദേഹത്തിന് മതിയാകൂ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. എന്തായാലും അങ്ങനെ തന്നെ പോട്ടെ അല്ലേ. പ്രതിഷേധങ്ങളും ബഹിഷ്കരണങ്ങളും ഒക്കെ നമുക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകാം. നമ്മൾ മറ്റു വാർത്തയിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം സമർപ്പിക്കാൻ DGP തയ്യാറെടുക്കുകയാണ്. PV അൻവറിന് പിന്നിൽ ബാഹ്യശക്തികൾ ഉണ്ട് എന്നാണ് ADGP MR അജിത് കുമാർ മൊഴി നൽകിയത്. ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. രേഖാമൂലം മറുപടി നൽകാൻ അവസരം നൽകണമെന്നും സ്വത്ത് സംബന്ധിച്ച് എല്ലാ രേഖകളും നൽകാമെന്നും ഉറപ്പ് ADGP നൽകി. VV വിനോദ് വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, എന്തൊക്കെയാണ് മൊഴി നൽകിയപ്പോൾ ADGP വ്യക്തമാക്കിയത്? അതിന്റെ വിവരങ്ങൾ, വിശദാംശങ്ങൾ ലഭിക്കുന്നുണ്ടോ? ADGP ഇന്നലെ പോലീസ് ആസ്ഥാനത്തേക്ക് എത്തിയാണ് മൊഴി നൽകിയത്. അത് മുഴുവനായും മൊഴിയെടുപ്പ് ക്യാമറയിൽ പകർത്തുന്നുണ്ടായിരുന്നു. ഒരു DGP ADGPയുടെ മൊഴിയെടുക്കുന്നു എന്ന അസ്വാഭാവികമായ ഒരു സംഭവമായിരുന്നു ഇന്നലെ നടന്നത്. അദ്ദേഹത്തോട് എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിച്ചറിഞ്ഞതെന്ന് നമുക്കറിയണം. പ്രത്യേകിച്ച് 2 കാര്യങ്ങളാണ്. ഒന്ന്, ADGPക്കെതിരായ പരാതി. 2, ADGP തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിൽ അന്വേഷണം വേണമെന്നുള്ളത്. അൻവറിന്റെ ആരോപണങ്ങളിലുള്ള അന്വേഷണം വേണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്നലെ ഏത് രീതിയിലാണ് മൊഴി നൽകിയത്? ഒരു ആരോപണ വിധേയനായിട്ടാണോ അതോ ഒരു എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തായാലും അൻവറിന് പിന്നിൽ ബാഹ്യശക്തികളുണ്ട് എന്ന് ADGP മൊഴി നൽകിയിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അതേസമയം അൻവർ ഉറച്ചു നിൽക്കുകയാണ്. ഇതിന്റെ അവസാനം കണ്ടേ മടങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് VV വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നലെ ADGP DGPയോട് പറഞ്ഞത്? അശ്വതി, പ്രധാനമായും PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ, അക്കാര്യങ്ങൾ ചോദിച്ച് അറിയുന്നതിനപ്പുറത്തേക്ക് ADGPക്ക് പറയാനുള്ള കാര്യങ്ങൾ വിശദമായി കേൾക്കുകയായിരുന്നു. ഇക്കാര്യത്തിൽ ADGP നൽകിയ മൊഴി PV അൻവറുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, അതിൽ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി PV അൻവറിന് ബന്ധമുണ്ടെന്നുള്ള ആരോപണമുണ്ടെന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ കുഴൽപ്പണം പിടികൂടിയ കേസുകൾ, അവിടുത്തെ സ്വർണ്ണവേട്ട സംബന്ധിച്ച കേസുകൾ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയുമായി കേന്ദ്രീകരിച്ച് നടന്ന ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ, ഇതിന്റെ കണക്കുകൾ വിവരിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല ADGPയോട്, ADGP MR അജിത് കുമാറിനോട് PV അൻവറിന് വ്യക്തിപരമായ വിരോധം ഉണ്ടാകാനുള്ള കാരണം അതൊരു ഓൺലൈൻ ചാനൽ ഉടമയ്ക്കെതിരെ കേസെടുക്കാത്തതിനെ തുടർന്ന് ഉണ്ടായ സംഭവമാണ്. കേസെടുത്തിരുന്നു, എന്നാൽ തീവ്രവാദ ബന്ധം വരുന്ന തരത്തിലുള്ള വകുപ്പുകൾ അത് ഉൾപ്പെടുത്തണമെന്ന ആവശ്യം അൻവറിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നു. എന്നാൽ അതിന് വഴങ്ങിയില്ല. ആ ഒരു സംഭവത്തിൽ തുടങ്ങുന്ന പ്രതികാരമാണ്, അതാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളിലേക്ക് വന്നു നിൽക്കുന്നത്. അതേസമയം തന്നെ DGPയുടെ ഭാഗത്തു നിന്നുണ്ടായ നീക്കവും വളരെ ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസം തന്നെ DGP സർക്കാരിന് ശുപാർശ നൽകിയിരുന്നത് ADGPയുടെ സ്വത്ത് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാണ്. പ്രധാനം കവടിയാറിൽ നിർമ്മിക്കുന്ന വീട്, കൊട്ടാര സദൃശ്യമായ വീടിന്റെ നിർമ്മാണത്തിനുള്ള സാമ്പത്തിക സ്രോതസ്, അത് എവിടെ നിന്നാണ് ഇത്ര അധികം വരുമാനം ഉണ്ടായത് എന്ന കാര്യം PV അൻവർ പരാതിയായി തന്നെ നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് വളരെ പെട്ടെന്ന് തന്നെ DGPയുടെ ഭാഗത്തു നിന്ന് ശുപാർശ ഉണ്ടായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ നിലപാടാണ് നിർണായകം. വിജിലൻസ് അന്വേഷണത്തിലേക്ക് സർക്കാർ പോകുമോ ഇല്ലയോ എന്ന് തന്നെയാണ് പ്രധാനമായും ഉയരുന്ന കാര്യം. മറ്റൊന്ന്, ഒരാഴ്ചക്കുള്ളിൽ ഈ മൊഴിയെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അതൊരു റിപ്പോർട്ടായി തന്നെ സർക്കാരിന് DGP നൽകിയേക്കും. പോലീസ് ആസ്ഥാനത്ത് അതിനുള്ള നടപടികൾ ആരംഭിച്ചു എന്ന വിവരവുമുണ്ട്. PV അൻവർ ആകട്ടെ കഴിഞ്ഞ ദിവസം DGPക്ക് നിരവധി കത്തുകൾ നൽകിയിരുന്നു. അതിൽ ഒന്ന് ജീവന് ഭീഷണിയുണ്ട് എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു. മലപ്പുറത്തുള്ള കുടുംബാംഗങ്ങൾക്ക് പോലീസിന്റെ സുരക്ഷ ഉറപ്പാക്കണം, പോലീസുകാരെ അവരുടെ സുരക്ഷയ്ക്കായി നിയോഗിക്കണം എന്ന കാര്യം കത്തിലൂടെ PV അൻവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തനിക്ക് ഊമക്കത്ത് ലഭിച്ചു, കൊലപ്പെടുത്തുമെന്ന ഭീഷണിയാണ് ഈ കത്തിലുണ്ടായിരുന്നതെന്നും അൻവർ DGPക്ക് നൽകിയ കത്തിൽ പറയുന്നുണ്ട്. മറ്റു ചില കത്തുകൾ സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ പുനരന്വേഷണം, അതോടൊപ്പം തന്നെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട വാഹനങ്ങൾ തടഞ്ഞതില്
ആ സംഭവത്തിൽ മലപ്പുറം ജില്ലയിൽ നിരവധി തവണ ഇത്തരത്തിൽ സുൽദാസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ അന്വേഷിക്കണം. ശശിധരനുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, ഇത്തരം കാര്യങ്ങളല്ല. പ്രധാനമായും MR അജിത്കുമാറിനും സുൽദാസിനുമെതിരെയുള്ള അന്വേഷണങ്ങൾ, അത് വിവിധ സംഭവങ്ങളിലായുള്ള അന്വേഷണമാണ്. ഇതിനെല്ലാം തന്നെ പ്രത്യേകം കത്താണ് നൽകിയിട്ടുള്ളത്. അക്കാര്യങ്ങളിലും പോലീസ് ആസ്ഥാനം കൈക്കൊള്ളുന്ന നിലപാടുകൾ നിർണായകമാകും. ശരി, VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നലെ ഉണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, അത് ഈ അമ്മ സംഘടന, താരസംഘടനയിലുണ്ടായ ഒരു പിളർപ്പ് എന്ന് തന്നെ പറയാം. കാരണം അത് ട്രേഡ് യൂണിയൻ സ്വഭാവത്തോടു കൂടി ആ സംഘടന രൂപീകരിക്കാൻ താരങ്ങൾ ഫെഫ്കയെ സമീപിച്ചു എന്ന വെളിപ്പെടുത്തലാണ്. അതിൽ തുടർ നീക്കങ്ങൾ ഇന്നുണ്ടാകാൻ സാധ്യതയുണ്ട്. നടീനടന്മാരടക്കം 20ഓളം പേരാണ് ഫെഫ്കയെ സമീപിച്ചത്. സംഘടനാ തലപ്പത്തുള്ളവരുടെ കൂട്ടരാജിയിൽ അമ്മ ഭാരവാഹിത്വത്തിലുള്ളവർ തന്നെ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കുമ്പോഴാണ് ഈ പുതിയ ചർച്ചകൾ നടക്കുന്നത്. എന്നാൽ അമ്മയിൽ ട്രേഡ് യൂണിയൻ സാധ്യമാകാത്ത സ്വപ്നം എന്നാണ് താൽക്കാലിക എക്സിക്യൂട്ടീവ് അംഗം ജോയ് മാത്യുവിന്റെ പ്രതികരണം. ഡാനി ഇപ്പോൾ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ഡാനി, ഗുഡ് മോർണിംഗ്. ഈ അമ്മ സംഘടനയിൽ ഉണ്ടായ കാര്യങ്ങൾ, അത് ഇന്നലെ ആദ്യം അത് പിളർപ്പാണോ അതല്ല ഈ ഒരു ട്രേഡ് യൂണിയൻ സ്വഭാവത്തിലേക്ക് അഫ്ലേറ്റ് ചെയ്യാനുള്ളൊരു താല്പര്യമാണ് എന്നൊക്കെയായിരുന്നു ആദ്യം. പക്ഷെ അങ്ങനെയല്ല എന്ന് തോന്നുന്നു. കൃത്യമായും അതൊരു പിളർപ്പിന്റെ ഒരു ബദൽ സംഘടന എന്നുള്ള മട്ടിൽ തന്നെയാണ് പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്തേക്ക് ആരൊക്കെയാണ് ഇതിന് നേതൃത്വം നൽകുന്നതെന്നോ ആരൊക്കെയാണ് ഫെഫ്കയെ സമീപിച്ചതെന്നോ എന്നതിൽ ഒരു വ്യക്തതയുമില്ല. അപ്പോഴും എക്സിക്യൂട്ടീവ് ഉറച്ചു പറയുന്നു ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു നീക്കമില്ല. മാത്രമല്ല ജോയ് മാത്യു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വേതനം അതിൽ ഏതാണ്ട് തുല്യതയുണ്ടെങ്കിൽ മാത്രമേ ഈ ട്രേഡ് യൂണിയൻ സ്വഭാവത്തിലേക്ക് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയൂ. ഇപ്പോൾ അദ്ദേഹം ഇന്നലെ നമ്മൾ സംസാരിച്ച് പറഞ്ഞത് മമ്മൂട്ടിക്ക് മോഹൻലാലിനും കിട്ടുന്ന ശമ്പളമല്ല അദ്ദേഹത്തിന് കിട്ടുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് സാധ്യമാകുക എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട്. എന്താണ് ഇന്ന് തുടർ നീക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഡാനി? ഗുഡ് മോർണിംഗ്. ഈ അമ്മയെ സംബന്ധിച്ചിടത്തോളം വന്നു നിൽക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്, ഇത് ഒരു പ്രതികരണം ആരുടേത് എന്നത് സംബന്ധിച്ച് നമുക്ക് ആരെയും വിളിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. കാരണം ആരും തന്നെ ഇതിൻ്റെ ഒരു ഔദ്യോഗികമായിട്ട് ഭാരവാഹികളല്ല, പ്രതികരിക്കുന്നവരല്ല എന്നെല്ലാം പറഞ്ഞവർ ഒഴിഞ്ഞു മാറുകയാണ്. മാത്രവുമല്ല ഇത് തങ്ങളല്ല ചർച്ച നടത്തിയത് എന്ന രീതിയിൽ ഓരോരുത്തരും മാറി നിൽക്കുന്നു. ആരാണ് ചർച്ച നടത്തിയതെന്ന് പറയാനായിട്ട് ഇത് വെളിപ്പെടുത്തിയ സംവിധായകൻ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറിയുമായ ബി ഉണ്ണികൃഷ്ണനും തയ്യാറല്ല. അറിയാവുന്നത് 17 നടന്മാരും 3 നടിമാരും ഉൾപ്പെടുന്ന ഒരു സംഘമാണ് തന്നോട് ചർച്ച നടത്താൻ വന്നതെന്ന ബി ഉണ്ണികൃഷ്ണൻ്റെ പറച്ചിൽ മാത്രമാണ് ഉള്ളത്. ഇതിൽ ആരൊക്കെയാണ് എന്നത് സംബന്ധിച്ചൊരു വ്യക്തതയിലേക്ക് പോയിട്ടില്ല. അവർ ആവശ്യപ്പെട്ടത് അമ്മയ്ക്ക് ഒരു ട്രേഡ് യൂണിയൻ സ്വഭാവത്തിലേക്ക് മാറാൻ കഴിയുമോ എന്ന ഒരു കാര്യവും, അല്ല എങ്കിൽ മറ്റൊരു സംഘടന അത് എത്രമാത്രം പ്രായോഗികമായിട്ട് വരിക എന്നതാണ്. ഇവർക്ക് ഈ വന്നവർക്ക് തന്നെയും കൃത്യമായി അമ്മയുടെ ഇപ്പോഴത്തെ ഒരു നിലപാടുകളോട് യോജിച്ചു പോകാൻ കഴിയാത്തവരെല്ലാം തന്നെയാണ്. കാരണം ഈ ഒരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കേണ്ടത് ഇങ്ങനെയൊരു ഒളിച്ചോട്ട ശൈലിയിലല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരെല്ലാം തന്നെയാണ്. പക്ഷേ ഇതാരൊക്കെയൊന്ന് വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. കാരണം നമുക്കറിയാം സിനിമാ മേഖലയിലെ ഒരു സമഗ്രാധിപത്യം എന്ന് പറയുന്നത് ഏതെല്ലാം സംഘടനകൾ ഉണ്ടായാലും അതിൻ്റെ ഒരു അപ്രമാദിത്വമുള്ളത് താരസംഘടനയായ അമ്മയ്ക്ക്, അല്ലെങ്കിൽ അമ്മയിലെ അതിശക്തരായ അവരുടെ മുൻനിരക്കാരായ നടന്മാർക്കെല്ലാം തന്നെ നടന്മാർക്ക് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് ഇത് ആരെയും വെറുപ്പിച്ചുകൊണ്ട് ഒരാൾക്ക് ഇതിൽ തുറന്നു പോകാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട്. അല്ലെങ്കിൽ ആരോട് വിദ്വേഷം പിടിച്ചുപറ്റി തുറന്നു പോകാൻ കഴിയില്ല എന്ന പല അനുഭവങ്ങൾ കൊണ്ട് പലരും അത് പറഞ്ഞതാണ്, തെളിയിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയും ഇത് ആരൊക്കെയാണ് ചർച്ച നടത്തിയതെന്ന് പറയാൻ ആരും തന്നെയും തയ്യാറായിട്ടില്ല. അമ്മയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം എന്ന രീതിയിലേക്ക് പല നടന്മാരെയും നമ്മൾ സംസാരിക്കുമ്പോൾ പോലും ആരും തന്നെ അത്തരം ഒരു പ്രതികരണത്തിലേക്ക് നിൽക്കുന്നില്ല എന്നതുമാണ്. പക്ഷേ ഇതിലൊരു കാര്യം, അമ്മ എന്ന സംഘടന ഒരു ചാരിറ്റബിൾ സംവിധാനം എന്ന രീതിയിൽ വന്നത് അതിനെ ഒരു ട്രേഡ് യൂണിയൻ സിസ്റ്റത്തിലേക്ക് മാറ്റുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമല്ല. അത് പിന്നെ ഇന്നലെ ജോയ് മാത്യു പറഞ്ഞതിനോട് കൂട്ടിച്ചേർക്കുമ്പോൾ ഒരു ട്രേഡ് യൂണിയൻ സ്വഭാവത്തിലേക്ക് ഇതുപോലെ ഈ പ്രതിഫലം, അതിലെ യാതൊരുവിധ താരതമ്യവും ആരും തമ്മിലില്ലാത്തൊരു സംഘടനയാണ് അമ്മ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു മേഖല അങ്ങനെ തന്നെയാണ്. അങ്ങനെ അതിനെ കാണാൻ കഴിയും. കാരണം ഒരു പ്രതിഫലം ഒരേപോലെ രീതിയിലേക്ക് ആക്കി കൊണ്ടുവരുന്ന രീതിയിലേക്കൊന്നും
സിനിമാ ലോകത്ത് ഒരു ആ രീതിയിൽ കൊണ്ടുവരാനൊന്നും കഴിയില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, സുവ്യക്തമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ എങ്ങനെയാണ് ഒരു ട്രേഡ് യൂണിയനിസം കൊണ്ടുവരുന്നത് എന്നതെല്ലാം തന്നെ ആഴത്തിലുള്ള ചർച്ചകളും കാര്യങ്ങളും എല്ലാം വേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ബി ഉണ്ണികൃഷ്ണൻ അവരെ ഒരു വിധത്തിൽ പറഞ്ഞാൽ അതൊന്ന് ഉപദേശിക്കുന്ന രീതിയിൽ തന്നെയാണ് അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ ചർച്ച നടത്തി ഇങ്ങനെ ഒരു കാര്യങ്ങൾ രൂപീകരിക്കാൻ കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ രൂപീകരിക്കുക, എന്നിട്ടൊരു സംഘടന ആ രീതിയിൽ തന്നെ നിങ്ങൾ അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ആ രീതിയിലേക്ക് കൊണ്ടുവരും, എത്ര പേര് അതിലുണ്ടാകും എന്നത് സംബന്ധിച്ചൊരു പ്രാഥമികമായൊരു വിലയിരുത്തലും അന്വേഷണവും എല്ലാം തന്നെ നിങ്ങൾ തന്നെ നടത്തുക എന്നെല്ലാം തന്നെ അവർ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു. എന്തായാലും അതിലൊരു തുടർ സ്പന്ദനങ്ങൾ പിന്നീട് അതിൽ ഉണ്ടായില്ല. പ്രതികരണങ്ങൾ അത്തരം കാര്യങ്ങൾ അമ്മയുടെ ഭാഗത്തു നിന്ന് ഒരു ദിവസം കഴിയുമ്പോൾ പോലും അത്തരം കാര്യങ്ങൾ യാതൊരു രീതിയിലുള്ള ഒരു പ്രതികരണം ആരുടെ ഭാഗത്തു നിന്നും വരുന്നില്ല എന്നത് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് തന്നെയാണ് ആ മൗനം തന്നെയാണ് അവരുടെ പ്രതികരണം. അതിനപ്പുറത്തേക്ക് കാര്യമായൊന്നൊരു പ്രതികരണം ഉണ്ടാകാനും ഒരു സാധ്യതയുമില്ല. എന്തായാലും ഇത്തരം ഒരു അന്വേഷണം ഉണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ ഹേമ കമ്മിറ്റിയും പിന്നെ പരാതികളും എല്ലാം ഉയരുന്നതാണ്. അത് വലിയ രീതിയിൽ തന്നെ അമ്മയിൽ അംഗങ്ങളിൽ ഇപ്പോഴും അത് ഒരു കനല് കെടാതെ കിടക്കുന്നു എന്നത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ആ കനൽ അത് ഇപ്പോൾ ചെറിയ അനക്കങ്ങൾ സംഘടനയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് എത്രത്തോളം അങ്ങേയറ്റം വരെ എത്തും എന്നുള്ളത് നമുക്ക് നോക്കിക്കാണണം. പക്ഷേ അമ്മയിൽ ചെറിയ ചലനങ്ങൾ ഉണ്ടാകുന്നു ഇപ്പോൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. പുതിയ സംഘടന, അതിനെക്കുറിച്ചൊക്കെ ഇനിയും വിശദാംശങ്ങൾ വരേണ്ടതുണ്ട്. മുതിർന്ന അംഗങ്ങളുടെ പ്രതികരണങ്ങളടക്കം വരേണ്ടതുണ്ട്. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇനിയും നിരവധി വാർത്തകളുണ്ട്. ഉറപ്പായിട്ടും ഒരുപാട് വാർത്തകൾ നമുക്ക് ഇനിയും വരാനുണ്ട്, മറ്റു വിശേഷങ്ങളിലേക്ക് പോകാനുണ്ട്. പക്ഷേ അതിനു മുമ്പ് നമുക്കൊരു ചെറിയൊരു ഇടവേള അനിവാര്യമാവുന്നു. ഇടവേളയിലേക്ക് തീർത്തും വരണം. മോർണിംഗ് വൈബ്സ് തുടരുകയാണ്. അപ്പൊ നമ്മൾ ഓണത്തിന്റെ വിശേഷങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് മിഥുൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് ദേശീയ വാർത്തകളുമായിട്ട്. എന്താണ് ഇന്ന് മുണ്ടിലൊക്കെ വന്നിരിക്കുന്നതെന്നായിരിക്കും പ്രേക്ഷകർ നോക്കുന്നത്. എന്താണ് അപ്പൊ നമ്മുടെ ഓണാഘോഷം നമുക്കില്ല, വയനാടിനെ നമ്മൾ ചേർത്ത് പിടിക്കുകയാണ്, ഒപ്പം നിൽക്കുകയാണ്, ആ വിഷമം നമുക്കുണ്ട്. പക്ഷെ എങ്കിലും ഓണമല്ലേ എന്നുള്ള കൺസെപ്റ്റിൽ നമ്മളും ഒരു ചെറിയ സദ്യയും അത്തപ്പൂക്കെ ആയിട്ട് ന്യൂസ് 18 ഓണത്തിനൊപ്പം ചേരുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇന്ന് ട്രഡീഷണൽ വെയറിൽ വന്നിരിക്കുന്നത് അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം അത് മാത്രമല്ല, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ട്രഡീഷണൽ ധരിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ഇവിടെ പാൻറ്റും ഒക്കെ ഇട്ട് നിന്ന് മോശമാണ്. അതെ അതെ. അപ്പൊ ഓണമൊക്കെ ഇങ്ങ് എത്തി. ഓണം എത്തി. മറ്റന്നാളല്ലേ? അതെ, മറ്റന്നാളാണ് ഓണം. അപ്പം എന്താണ് ഇത്തവണ ദേശീയ വാർത്തകൾ, ഇന്നത്തെ ദേശീയ വാർത്തകളെ സംബന്ധിച്ച് ഇന്ന് നിർണായക ഒരു ദിവസമാണ്. കാരണം അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച് വളരെ വലിയ നിർണായകമായിട്ടൊരു ദിനമാണ്. കാരണം 160 ദിവസമായിട്ട് മുഖ്യമന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാതെ അദ്ദേഹം ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് 160 ദിവസത്തോളം പിന്നിടുകയാണ്. നിരവധി തവണ ഇതിനോടകം തന്നെ ഇതിന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതിയിലും മറ്റ് റോസവന്യൂ കോടതിയിലും ഒക്കെ വന്നുവെങ്കിൽ പോലും തന്നെ അത് നിരാകരിക്കുന്ന കാഴ്ച, വീണ്ടും കസ്റ്റഡി കാലാവധി നീട്ടി നൽകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇതിൽ 2 ഹർജികളാണെന്ന് പ്രധാനമായും സുപ്രീം കോടതി പരിഗണിക്കുകയും അതിൻ്റെ വിധി പുറപ്പെടുവിക്കുകയും ചെയ്യുന്നത്. അതിലൊന്ന് ജാമ്യാപേക്ഷയും രണ്ടാമത്തത് CBI അറസ്റ്റിനെതിരായി നൽകിയിട്ടുള്ള ഹർജിയുമാണ്. ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായും ഇന്ന് കോടതി വിധി പറയുന്നത്. ആ വിധി പറയുന്നതോടുകൂടി അദ്ദേഹത്തിന് ജയിൽ മോചിതനാകാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ചില ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. കാരണം ചില ചോദ്യങ്ങൾ കോടതി ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരുന്നു. CBI ഒരു തരത്തിലും മുഖ്യമന്ത്രിക്ക് അതായത് രാജിവെക്കാത്തൊരു പശ്ചാത്തലമുണ്ട്. അതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ BJP ഉയർത്തുകയും ചെയ്ത സാഹചര്യമുണ്ട്. CBI പ്രധാനമായും പറയുന്നത് മുഖ്യമന്ത്രി പദത്തിലിരിക്കുന്ന ഒരാളാണ്, അദ്ദേഹം ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ അത് വലിയ രീതിയിൽ കേസിനെ ബാധിക്കും, വലിയ രീതിയിൽ തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ജാമ്യം നൽകാൻ പാടില്ല എന്നുള്ളൊരു കാര്യമാണ്, അത്തരത്തിലുള്ള ആവശ്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വാദം നടന്നപ്പോൾ സുപ്രീം കോടതിയിൽ CBIയുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. എന്തായാലും അതൊക്കെ പരിഗണിക്കുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പ്രധാനമായും അരവിന്ദ് കെജ്രിവാളിൻ്റെ വാദം, അതായത് ഈ കേസിന് ആദ്യം അറസ്റ്റിലാകുന്നത് ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയാണ്. അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ BRS നേതാവ് കവിതയ്ക്ക് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ജാമ്യം അവതരിപ്പിച്ചു. കൂടാതെ ഈ ഒരു ആസൂത്രണം നടത്തിയത്, ഈ കേസുമായി ബന്ധപ്പെട്ട ആസൂത്രണം നടത്തിയത് മലയാളി വ്യവസായി കൂടിയായിട്ടുള്ള, ഒപ്പം തന്നെ ആം ആദ്മി പാർട്ടിയുടെ കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള വിജയ് നായരായിരുന്നു എന്നുള്ളതാണ്. വിജയ് നായരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ നിർണായകമായിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് ജാമ്യം നൽകുകയും ചെയ്തു. കാരണം എന്തുകൊണ്ട് ഇത്രയും അധികം നാൾ ഒരു കേസിൻ്റെ പുറകെ CBI മറ്റ് അന്വേഷണ ഏജൻസികളും പോകുന്നു, കൃത്യമായ വിവരങ്ങൾ ഇതുവരെയും കണ്ടെത്താൻ സാധിക്കാത്ത എന്തുകൊണ്ടാണ് എന്നുള്ളൊരു പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ്, അത് വെച്ച് പുലർത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തവണ ഈ കേസിനെ നേരിടുമ്പോൾ ഈ ഒരു വിധി അനുകൂലമായി വരും എന്ന് അരവിന്ദ് കെജ്രിവാൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അതിൽ 160 ദിവസമായി
ജയിലിൽ കഴിയുകയാണ്. നിരവധി തവണ ഈ ഒരു വാദപ്രതിവാദങ്ങൾ നടന്നിരുന്നു. എന്തായാലും ഇന്ന് ആ വാദങ്ങൾക്കൊടുവിൽ സുപ്രീം കോടതിയുടെ വിധി വരികയാണ്. രാവിലെ 10:30-ക്കാണ് ആ കേസ് സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് വരിക. ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചാണ് ഈ ഒരു വിധി സാധ്യത. അതായത് ഈ എന്തായിരുന്നു എതിർവാദം? ജാമ്യം അനുവദിക്കരുത് എന്നുള്ളതായിരിക്കും സ്വാഭാവികമായിട്ടും വാദിക്കുക. തീർച്ചയായും. എന്തൊക്കെ വാദമുഖങ്ങളായിരുന്നു CBI ഉന്നയിക്കുന്നത്? CBI പ്രധാനമായും ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് മുഖ്യമന്ത്രിയാണ്. നിലവിൽ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ പുറത്തേക്ക് സ്വാധീനിക്കും. ഈ കേസിൽ ഞാൻ ചോദിക്കുന്നത്, ഇതേ വാദം നേരത്തെ ഉന്നയിച്ചിട്ടുണ്ട്. ഇതിനെ വെല്ലാൻ എന്താണ് അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യ ഹർജിയിലുള്ളത് എന്നുള്ളതാണ്. അതാണ് പറയുന്നത്. അതായത് അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് CBI പറയുന്നത് കൂടുതൽ തെളിവുകൾ ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കാരണം ഈ കേസ് വന്നിട്ട് 3 വർഷത്തോളം ആകാൻ പോകുന്നു. എന്തുകൊണ്ട് ഇത്രയധികം കാലതാമസം? ഒരു കേസുമായി ബന്ധപ്പെട്ട് നിരവധി പേരെ അറസ്റ്റ് ചെയ്യുന്നു. ഇതുവരെയും ആ തെളിവ് കണ്ടെത്താൻ ഈ അന്വേഷണ ഏജൻസികൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളൊരു വാദമാണ് പ്രധാനമായും ഉയർത്തിക്കാണിക്കുകയും ചെയ്തത്. സ്വാഭാവികമായും അദ്ദേഹം ഇടക്കാല ജാമ്യം ലഭിച്ച് അദ്ദേഹം പുറത്തേക്ക് വരുന്ന കാഴ്ച നമ്മൾ കാണുകയും ചെയ്തു. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആ സമയത്ത് ചില കർശന മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ ആ ഒരു ജാമ്യ വ്യവസ്ഥയിൽ ഉൾപ്പെടുത്തിയിരുന്നു അന്ന് സുപ്രീം കോടതി. കാരണം പറഞ്ഞത് മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള യാതൊരുവിധ പ്രോട്ടോക്കോളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരുവിധ ഇടപെടലോ മുഖ്യമന്ത്രി എന്ന രീതിയിൽ അരവിന്ദ് കെജ്രിവാളിന് പാലിക്കാൻ സാധിക്കില്ല. ഒപ്പം തന്നെ സെക്രട്ടേറിയറ്റിലേക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിലേക്കോ ഒന്നും തന്നെ പോകാൻ പാടില്ല, മറ്റുള്ളവരുമായി കൂടിയാലോചനകൾ നടത്താൻ പാടില്ല എന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതായത് സ്വാഭാവികമായും ആം ആദ്മിയും അരവിന്ദ് കെജ്രിവാളും പ്രതീക്ഷിക്കുന്നത് ഇന്ന് ജാമ്യം ലഭിക്കുമെന്ന് തന്നെയാണ്. കാരണം ഇത്രയധികം വിവരങ്ങൾ കൈമാറിയിട്ടും അതിലൊന്നും തന്നെ ഈ ഗൂഢാലോചന ഉണ്ട് എന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് എങ്കിൽ പോലും തന്നെ അതിൽ മുഖ്യമന്ത്രിയുടെ പങ്കെടുത്ത് കാണിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വിവരവും ഇതുവരെയും അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് പരിഗണിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം അത് അരവിന്ദ് കെജ്രിവാളിൻ്റെതാകാം. കാരണം ഇനി തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, ഹരിയാന തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയാണ്. ഹരിയാനയിൽ ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്, സഖ്യമല്ലാതെയാണ് മത്സരിക്കുന്നത്. അവിടെ 61 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച ഇന്നലെ അതിൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്നലെ കഴിഞ്ഞിരുന്നു. അങ്ങനെ ഒരു നേർക്കുനേർ പോരാട്ടം, അതായത് കോൺഗ്രസും ആം ആദ്മിയും തമ്മിൽ സഖ്യമായിട്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിൽ അവർ എതിരായിട്ട് മത്സരിക്കുന്നു. ആം ആദ്മി, BJP, കോൺഗ്രസ് മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ അത് അവർക്ക് വലിയ ശക്തിയാകും. തീർച്ചയായും. അതുകൊണ്ട് തന്നെ എന്തായാലും വളരെ നിർണായകമായിട്ടാണ് അവരെ ഇന്ന് ജാമ്യാപേക്ഷ എത്ര മണിയോടെ നമുക്ക് 10:30-ഓടുകൂടിയാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് ഇത് വരുന്നത്. ഒരുപക്ഷെ ഒരു 11 മണിയോട് കൂടി ഇതിന്റെ ഒരു വിധി ഉണ്ടാകുന്നതാണ്. ചിലപ്പോൾ ഒരു ചില മാനദണ്ഡങ്ങളും അല്ലെങ്കിൽ കർശന നിർദ്ദേശനമോ അങ്ങനെ അത്തരത്തിലുള്ള ഉപാധികൾ വെച്ചുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ജാമ്യം നൽകാൻ പോകുന്നത്. എന്നാൽ പോലും തന്നെ ജയിൽ മോചിതനാകാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പായും. എന്തായാലും ആം ആദ്മി പാർട്ടിയുടെയും അരവിന്ദ് കെജ്രിവാളിന്റെയും പ്രതീക്ഷ അത് സഫലമാകട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കാം, അല്ലെ? മറ്റൊന്ന് ബംഗാളിലെ കാര്യമാണ്. മമതാ ബാനർജി നാടകമായി തന്നെ കണക്കാക്കാൻ തോന്നുന്നു. തീർച്ചയായും അങ്ങനെ തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നത്. കാരണം മമത കാര്യങ്ങളിലും ഇത്തരത്തിലുള്ള ചില ഗിമിക്സ് എടുക്കാറുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ യുവ ഡോക്ടർമാരുടെ ഒരു ആവശ്യപ്രകാരമാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒരു ചർച്ച വേണമെന്നുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ആദ്യം അത് ബംഗാൾ സർക്കാർ അംഗീകരിച്ചില്ല എങ്കിൽ പോലും തന്നെ മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിൽ തന്നെ അത്തരത്തിലുള്ള ചർച്ച നടക്കാം. പക്ഷേ അവർ പ്രധാനമായും ഉന്നയിച്ച ഒരു കാര്യമുണ്ട്. അതായത് ഈ കൂടിക്കാഴ്ച അത് ലൈവ് സ്ട്രീം ചെയ്യണം, തത്സമയം സംപ്രേഷണം നടത്തണം എന്നുള്ളൊരു നിർദ്ദേശം യുവ ഡോക്ടർമാർ നൽകിയിരുന്നു. പക്ഷേ അത് ഗവൺമെന്റ് നിരാകരിക്കുകയായിരുന്നു. അതേ തുടർന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഈ ചർച്ചയ്ക്കായി എത്തുന്നു. ഏകദേശം 2 മണിക്കൂറോളം ഈ യുവ ഡോക്ടർമാർക്ക് വേണ്ടി മമതാ ബാനർജി കാത്തുനിന്നു. പക്ഷേ യുവ ഡോക്ടർമാർ എത്തിയില്ല. അത് സ്വാഭാവികമായും മമതയെ ചൊടിപ്പിച്ചിട്ടുണ്ടാകാം. കാരണം ഇത്രയും അധികം ദിവസമായി ഈ RG കൗറിലെ ഈ പ്രതിഷേധം ഇങ്ങനെ പോകുന്നു. നിരവധി രോഗികൾക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അത് സുപ്രീം കോടതിയും തന്നെ പലതവണ ചൂണ്ടിക്കാണിച്ചതാണ്. കാരണം പ്രതിഷേധമാകാം, പക്ഷേ എങ്കിൽ പോലും തന്നെ മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. നിരവധി രോഗികൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ വന്ന് മമതാ പോയിന്റിലാണ് പിടിച്ചത്. മമതാ പോയിന്റിൽ പിടിച്ചിട്ട് സാധാരണക്കാർക്ക് നീതി ലഭിക്കണം, അതായത് ചികിത്സ നഷ്ടമാകരുത്. അങ്ങനെ പിന്നെ മാത്രമല്ല അവർ വളരെ വികാരാധീനായിട്ട് അതായത് ഐ എം സെയിങ് സോറി ടു ദ സ്റ്റേറ്റ് of people of my state and other states also എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്ത അതിനെ അതുകൊണ്ട് തന്നെയാണ് മറ്റേ ആ പ്രധാന ബില്ല് നിയമസഭയിൽ പാസ്സാക്കിക്കൊണ്ട് ഗവർണറിന് മുമ്പിലേക്ക് വെക്കുകയും ചെയ്തത്. കാരണം അതിലും ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അതായത് ഒരുപക്ഷെ ഗവർണർ അത് ഒപ്പിട്ടില്ല എങ്കിൽ അത് തടയിടാൻ നോക്കിയത് BJPയുടെ ഒരു വശത്തു നിന്നുള്ള ആ ഒരു എതിർപ്പ് അല്ലെങ്കിൽ ആ ഒരു പ്രതിരോധത്തെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയാണ് അത്തരത്തിലുള്ളൊരു സമീപനം മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തത്. എന്തായാലും നിലവിൽ രാജിവെക്കാൻ തയ്യാറാണ് നിങ്ങൾ പറഞ്ഞാൽ എന്നുള്ള രീതിയിലൊക്കെയുള്ള ഒരു മറുപടിയൊക്കെ അവിടെ എത്തി നിൽക്കുന്ന കാര്യങ്ങളാണ്. എന്തായാലും മമതാ ബാനർജിയാണ് എപ്പോഴെന്താണ് ചെയ്യുന്നതെന്ന് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ്. എന്തായാലും ഈ സമരമൊക്കെ അവരെ സംബന്ധിച്ച് ഇതിൽ വലിയ സമരങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്യാൻ പോകുന്നതും ഒരു മണിക്കൂർ നമുക്ക് കണ്ടറിയാം. അപ്പോൾ അതാണ് ദേശീയ തലത്തിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. നമ്മൾ ആലപ്പുഴ കലവൂരിലെ നമ്മളെ ഞെട്ടിച്ച വാർത്ത, അതിൽ പ്രതികൾ എവിടെയെന്നുള്ള ചോദ്യമായിരുന്നു. പ്രതികളെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വാർത്ത.
വാർത്ത. വയോധികയെ കൊന്നു കുഴിച്ചുമൂടിയ കേസിൽ കർണാടകയിൽ നിന്ന് പിടികൂടിയ പ്രതികളെ ആലപ്പുഴയിൽ എത്തിച്ചിരിക്കുകയാണ്. പ്രതികളായ മാത്യൂസ്, ശർമിള എന്നിവരെ ഇന്നലെ രാത്രിയാണ് ഉടുപ്പിയിൽ നിന്ന് 8 കിലോമീറ്റർ അകലെ മണിപ്പാലിൽ നിന്ന് പിടികൂടിയത്. ഇരുവരെയും അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു. ആ കൊലപാതകത്തിൽ പ്രതികളെ അതിവേഗത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് അന്വേഷണ സംഘത്തിന് അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ്. തെളിവെടുപ്പ് അതൊക്കെ ഇന്ന് തന്നെ ഉണ്ടാകുമോ, അതോ ഇനി വരും ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരുമോ? എൽദാശ്വതി, ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും അന്വേഷണ സംഘത്തിന് അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ്. കാരണം ഇത്തരത്തിൽ സുഭദ്ര എന്ന 73-കാരിയായ വയോധികയുടെ മിസ്സിംഗുമായി ബന്ധപ്പെട്ട് അവരെ കാണാനില്ല എന്നുള്ള പരാതിയാണ് പിന്നീട് ആലപ്പുഴയിലേക്ക് എത്തുകയും ആലപ്പുഴയിൽ നിന്നും ആലപ്പുഴ സ്റ്റേഷനിലേക്ക്, അതായത് മണ്ണഞ്ചേരി സ്റ്റേഷനിലേക്ക് ഈ കേസ് കൈമാറി 2 ദിവസത്തിനുള്ളിൽ തന്നെ അവരുടെ മൃതദേഹം കണ്ടെത്താൻ കഴിയുകയായിരുന്നു. ആ മൃതദേഹം കണ്ടെത്തിയത് തന്നെ ഈ കേസിലെ ഏറ്റവും നിർണായകമായ ഒരു കാര്യമായിരുന്നു, വഴിത്തിരിവായിരുന്നു. കാരണം അതുവരെ ഒരു മിസ്സിംഗ് കേസായി രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസ് പിന്നീട് ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷന് കീഴിൽ അത് ഒരു കൊലപാതക കേസായി മാറുകയായിരുന്നു. നമുക്കറിയാം, മണ്ണഞ്ചേരി കോർത്തശ്ശേരിയിലെ വീട്ടിൽ നിന്നുമാണ് വയോധികയുടെ മൃതദേഹം കണ്ടെത്തിയത്. വീടിന്റെ പിൻഭാഗത്തായി കുഴിച്ചിട്ട നിലയിലായിരുന്നു 73-കാരിയായ സുഭദ്രയുടെ മൃതശരീരം ഉണ്ടായിരുന്നത്. ആ കേസിലാണ് ഇപ്പോൾ പോലീസ് വളരെ വേഗത്തിലുള്ള മൂവ്മെന്റ് ആയിരുന്നു അന്വേഷണ സംഘത്തിന്റേതെന്ന് തന്നെ പറയാം. കാരണം ചൊവ്വാഴ്ച മൃതദേഹം കണ്ടെടുക്കുന്നു. പ്രതികൾക്കായുള്ള തിരച്ചിൽ അന്യ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കുന്നു. അതായത് എറണാകുളത്ത് ആ ദിവസം വരെ ഈ മൃതദേഹം കണ്ടെത്തുന്ന ദിവസം വരെ എറണാകുളത്ത് ഉണ്ടായിരുന്ന പ്രതികൾ, അതായത് ഇവരുടെ സുഭദ്രയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന മാത്യുവും ശർമിളയും പിന്നീട് എറണാകുളത്ത് നിന്നും അന്യ സംസ്ഥാനത്തേക്ക് കടന്നു എന്നുള്ള വിവരം അന്വേഷണ സംഘത്തിന് ലഭ്യമാകുന്നു. ഇന്ന് വെള്ളിയാഴ്ചയായതോടെ ദിവസങ്ങൾ മാത്രം പിന്നിടുന്നതിനുള്ളിൽ തന്നെ ഈ കേസിലെ മുഖ്യപ്രതികൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ പോലീസ് ക്ലബ്ബിലാണ്. പ്രതികളെ ആലപ്പുഴയിൽ എത്തിച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്യൽ തുടരുകയാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ആലപ്പുഴ പോലീസ് ക്ലബ്ബിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ തുടരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വളരെ ക്രൂരമായ കൊലപാതകമാണ് ആലപ്പുഴയിൽ നടന്നത് എന്നുള്ളതാണ്. ഈ സുഭദ്രയും മാത്യുവും ശർമിളയും തമ്മിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന ബന്ധമാണ്. മാത്യുവിന്റെയും ശർമിളയുടെയും ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളായി നിന്ന് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്ത ഒരാളെയാണ് സ്വർണം കവർച്ച ചെയ്യുന്നതിന് വേണ്ടി കൊലപ്പെടുത്തിയത്. സാമ്പത്തികമായി സഹായിച്ച ആ പണം തിരികെ ചോദിച്ചതിന്റെ പേരിൽ ഉള്ള ഒരു തർക്കം തുടങ്ങി പിന്നീട് സ്വർണം കവർച്ച ചെയ്തുകൊണ്ട് അവരെ കൊലപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിക്രൂരമായ കൊലപാതകമായിരുന്നു. ഈ കൊലപാതകത്തിൽ പോസ്റ്റ്മോർട്ടത്തിന് പ്രാഥമിക വിവരങ്ങൾ ലഭ്യമായതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ശരീരത്തിന്റെ മുൻഭാഗത്ത് അല്ലെങ്കിൽ വാരിയെല്ലുകൾ പൂർണ്ണമായി, 2 ഭാഗത്തെയും വാരിയെല്ലുകൾ പൂർണ്ണമായി തകർന്ന രീതിയിലും ഒപ്പം കഴുത്ത് ഒടിച്ച നിലയിലും ഒക്കെ ആയിരുന്നു. അത്തരത്തിൽ ക്രൂര മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും ഇരയായ ശേഷമാണ് ആ വയോധിക മരണത്തിന് കീഴ്പ്പെട്ടതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പ്രാഥമിക പരിശോധനയിൽ വിവരങ്ങൾ ലഭ്യമായിരുന്നു. തുടർന്ന് വളരെ വേഗത്തിലാണ് ഈ കേസിന്റെ മറ്റ് ഡെവലപ്മെന്റ്സിലേക്ക് അന്വേഷണ സംഘം പോവുകയും ചെയ്തത്. ഇന്നലെയും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ തൊട്ടുപുറകിലായി പ്രതികളുടെ ഇവർ ഈ എറണാകുളത്ത് നിന്നും പോയതിനു ശേഷം പിന്നീട് ഇവർ എല്ലാ ദിവസവും സഞ്ചരിക്കുകയായിരുന്നു. എവിടെയും തങ്ങാതെ ഇവരുടെ പുറകെ തന്നെ അന്വേഷണ സംഘം 2 ടീമുകളായി തിരിഞ്ഞ് ആലപ്പുഴയിൽ നിന്നുള്ള ടീം അവിടെ ഉണ്ടായിരുന്നു. ഇവർക്ക് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ ഉടുപ്പിയിലെ, അതായത് ശർമിളയുടെ സ്വദേശമായ ഉടുപ്പിയിലെ മണിപ്പാലിൽ നിന്നും അവരുടെ ഇവരെ 2 പേരെയും കസ്റ്റഡിയിൽ എടുക്കാനായി കഴിഞ്ഞിട്ടുണ്ട്. ഈ ശർമിളയെ സംബന്ധിച്ചും ഒപ്പം തന്നെ ഈ മാത്യുവിനെ സംബന്ധിച്ചും വളരെ ദുരൂഹമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ആളുകളാണ്. ശർമിള ഉടുപ്പി സ്വദേശി, മംഗലാപുരം ഉടുപ്പി സ്വദേശിയാണെന്ന് പറയുമ്പോൾ പോലും മറ്റ് വേറെ ബോർഡ്സ് അവരുടെ സാഹചര്യങ്ങൾ എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഈ മാത്യുവിന്റെ കുടുംബത്തിന് പോലും അറിയില്ല എന്നുള്ളതാണ്. എറണാകുളത്ത് വന്ന് താമസിച്ച കാലയളവിലാണ് ഈ ആരാധനാലയങ്ങളിലൊക്കെ പോകുന്ന വഴി ഈ സുഭദ്ര എന്ന സ്ത്രീയുമായി സൗഹൃദത്തിലാവുകയും അവരെ സാമ്പത്തികമായി ഒക്കെ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്യുവുമായുള്ള 2ാം വിവാഹത്തിന് ബന്ധുവായി ആലപ്പുഴയിൽ എത്തുന്നത് പോലും ഈ സുഭദ്ര എന്ന സ്ത്രീയാണ്. അതിനുശേഷമാണ് അത്തരത്തിൽ ഈ കഴിഞ്ഞ 4-ാം തീയതി സുഭദ്ര ആലപ്പുഴയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള ടവർ ലൊക്കേഷൻ അടക്കം, അതായത് ഈ 4 ഓഗസ്റ്റ് 4-ന് എത്തിയിട്ടുണ്ടെന്നുള്ള ടവർ ലൊക്കേഷൻ അടക്കം പോലീസ് ട്രേസ് ചെയ്തെടുക്കുകയും ചെയ്തിരുന്നു. പിന്നീടാണ് ഈ 4-ന് ശേഷം ഇവരെ ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് കടവന്ത്രയിൽ നിന്നുള്ള അന്വേഷണ സംഘം മാത്യുവിനെയും ശർമിളയെയും ബന്ധപ്പെടുന്നു. ഇവരെ ഈ സുഭദ്ര എവിടെ എന്നുള്ള ചോദ്യം ഉന്നയിക്കുമ്പോൾ എത്തിയതിന്റെ പിറ്റേ ദിവസം തന്നെ തങ്ങൾ അയച്ചു അല്ലെങ്കിൽ എറണാകുളത്തേക്ക് തിരിച്ചുവിട്ടു
എന്നുള്ള മറുപടിയാണ് നൽകുന്നത്. അന്വേഷണ സംഘത്തിന് മുമ്പിലേക്ക് എത്താൻ നിർദ്ദേശം നൽകിയ ശേഷം അന്നാണ് ഇവർ ഒളിവിൽ പോയിരുന്നത്. പിന്നീട് ഈ മൃതദേഹം കണ്ടെത്തുന്ന ദിവസം വരെ, ചൊവ്വാഴ്ച വരെ ഇവർ എറണാകുളത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മൃതദേഹം കണ്ടെത്തിയതിനു ശേഷമാണ് ഇവർ നാട് വിട്ട് പോകുന്ന സാഹചര്യത്തിലേക്ക് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ, അതായത് മൃതദേഹം കണ്ടെത്തുന്നത് അടക്കമുള്ള കാര്യങ്ങൾ, ആ കുഴിയെടുത്ത ആളെ കണ്ടെത്തുന്ന അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെയും പോലീസ് അന്വേഷണ സംഘം, മണ്ണഞ്ചേരി പോലീസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘവും ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘവും ഒക്കെ വളരെ അഗ്രസീവായി തന്നെ അവർ വളരെ ഇതോടെയാണ് അന്വേഷണത്തിന് പിറകെ പോയിരുന്നത്. ശരണ സൂചിപ്പിച്ചതുപോലെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു അന്വേഷണം മികവ് തുടക്കത്തിലുണ്ട്. നമുക്കത് തുടരണം. അതിന്റെ പൂർണ്ണമായും കോടതിയിൽ അത് ബോധ്യപ്പെടുത്തും വരെ, അല്ലെ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഇനി മറ്റൊരു ഇടവേളയിലേക്ക് പോകേണ്ട. ശരി, ഇനി ഓണവിശേഷങ്ങൾ ബാക്കിയുണ്ട് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ. അതിലേക്ക് എത്തുന്ന മുമ്പ് ചെറിയൊരു ഇടവേള. എന്തുകൊണ്ടാണ് ഓണം ഇങ്ങെത്തി. ഇന്ന് പൂരാടം. ഓണക്കാലത്ത് ഒരു സദ്യ കഴിക്കുക, പൂക്കളം ഒരുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ആവേശമാണല്ലോ എല്ലാവർക്കും. അതും സദ്യ കഴിക്കുമ്പോൾ പായസം. ഏതാ ഇഷ്ടപ്പെട്ട പായസം? പാലട. ഓക്കെ. അത് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസം ഏതാണെന്ന ചോദ്യമാണ് എല്ലാവരും ആദ്യം ഉന്നയിക്കുക. ഈ തിരക്കിന്റെ ഒക്കെ ഇടയിൽ ഇതെല്ലാം കൂടെ ഒരുക്കാൻ കഴിയോ? ഇല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ്. എന്നാൽ അത് കഴിയും. സമയം ഉണ്ടാവുമോ എന്നുള്ള ചോദ്യത്തിനുമില്ല. ഇനി ഉണ്ടായാൽ തന്നെ സാധനങ്ങളെല്ലാം ഒരേ കുടക്കീയിൽ നിന്ന് വാങ്ങിക്കാൻ കഴിയുമോ എന്നുള്ള ടെൻഷൻ വേറെയുണ്ട്. എങ്കിൽ ഈ ഓണത്തിന് ആ ഒരു ടെൻഷൻ വേണ്ട, അല്ലേ? അതെ, പൂവും പച്ചക്കറിയും പായസവും എന്തിന് മിനി സദ്യ പോലും കിട്ടും. എവിടെ നിന്നാണെന്നല്ലേ, അതൊന്നും നമുക്ക് കണ്ടുനോക്കാം. പറഞ്ഞ് ഓണം ഇങ്ങെത്തി. സദ്യയും മാവേലിയും ഓണപ്പൂക്കളും ഒക്കെയായി നമ്മൾ മലയാളികൾ ഓണത്തെ വരവേൽക്കാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. നാടെങ്ങും ഓണച്ചന്തകളാണ്. അത് മാളിൽ വന്നാൽ എങ്ങനെ ഇരിക്കും? തിരുവനന്തപുരം ലുലു മാളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഒരു ഓണച്ചന്ത നമുക്ക് കാണാം. ഇവരിതിന് ഓണവഞ്ചി എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഈ വഞ്ചി നിറയെ സാധനങ്ങളാണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്ന രീതിയിലാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇവിടെ പച്ചക്കറി മാത്രമേ കാണുള്ളൂ, അല്ലെങ്കിൽ അടുക്കളയിലേക്ക് വേണ്ടുന്ന സാധനം മാത്രമേ കാണുള്ളൂ. നല്ല പൂക്കളത്തിന് വേണ്ടുന്ന പൂക്കൾ ഇവിടെ ഉണ്ട്. കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ പച്ചക്കറികളൊക്കെ ഉണ്ട്. പിന്നെ ഈ വഞ്ചി തയ്യാറാക്കിയിരിക്കുന്നത് തന്നെ പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ച്, ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഓണത്തിന്റെ ഒരു വൈബ്, അങ്ങനെ തന്നെ പറയാം, ഓണത്തിന്റെ ഒരു വൈബിലോട്ട് നമ്മൾ എത്തുകയാണ്. ഇവിടെ വന്നാൽ ഒരു കുടക്കീഴിൽ എന്ന് പറയുന്ന പോലെ എല്ലാം ഇവിടെ ഉണ്ട്. ഇത് മാത്രമല്ല, ഇതിപ്പോ സ്പെഷ്യൽ ആയിട്ട് ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഒരു ഓണച്ചന്തയാണ്. ഇത് മാത്രമല്ല, ഇവിടെ നിറയെ സാധനങ്ങളുണ്ട്. നമുക്ക് കൂടുതലായിട്ട് ഇതിനെ പറ്റി ചോദിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഫ്രഷ് ഫുഡ് മാനേജർ ആയിട്ടുള്ള ഉല്ലാസിനോട് ചോദിക്കാം. എല്ലാ വർഷത്തെ പോലെയും ഈ വർഷം ഞങ്ങൾ നല്ല രീതിയിൽ കൂടുതൽ വിഭവങ്ങൾ ട്രഡീഷണൽ ഒരു ഓണവഞ്ചിയിലാണ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിന് ഈസി ആയിട്ട് അത് എടുക്കുവാനും അവർക്ക് അത് തന്നെ നല്ല വിലക്കുറവിലുമാണ് നമ്മൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഓഫേഴ്സ് ഒക്കെ എങ്ങനെയാ വരുന്നത്? ഓഫേഴ്സ് നമ്മൾ നല്ല മറ്റുള്ള അടുത്തേക്കാളും നല്ല വില കുറച്ച സാധനങ്ങളാണ് ഇടുന്നത്. ഈ പൂക്കൾക്കൊക്കെ പൊതുവെ വിപണിയിൽ വില കൂടുതലാണല്ലോ, ഇവിടേക്ക് വരുമ്പോ എങ്ങനെയാണ്? ഇവിടെയും നോർമൽ പ്രൈസ് തന്നെയാണ്. നമ്മൾ മറ്റുള്ള വിപണിയെ കമ്പയർ ചെയ്താണ്. വിപണിയേക്കാൾ വില കുറവാണ്. സാധാരണഗതിയിൽ എല്ലാ വർഷവും ഓണച്ചന്ത നടത്താറുണ്ട്. ഉണ്ട്. ഇത്തവണ ഞങ്ങൾ ഇച്ചിരൂടെ നല്ല ട്രഡീഷണൽ ആയിട്ട് ഓണവഞ്ചിയിലാണ് എല്ലാം സെറ്റാക്കി. ഓണത്തിന്റെ ക്ലൈമാക്സ് എപ്പോഴും സദ്യയാണ്. സദ്യയിലാണെങ്കിലോ പായസം. പായസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രഥമൻ. ആ പ്രഥമനാണ് ഞാനിപ്പോ കഴിച്ചിട്ടുള്ളത്. ഇവിടെ പായസമേള നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവോണ ദിവസം വരെ ഈ പായസമേള ഇവിടെ ഉണ്ടാകും. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്റെ കയ്യിലുള്ള അടപ്രഥമൻ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ എന്ന്. അത് മാത്രമല്ല, ഇവിടെ ചെറുപയർ പായസം, പാലട പായസം, ഡേറ്റ്സ്, സേമിയോ, ഇളനീർ പായസം തുടങ്ങി
ഒരുപാട് പായസത്തിന്റെ വെറൈറ്റി കളക്ഷൻസ് ആണ് ഇവിടെ കാണാനുള്ളത്. അപ്പൊ ഈ പായസമേളന്റെ ഉള്ളിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഇതിനുള്ളിൽ കയറിയപ്പോ തന്നെ ഈ പായസത്തിന്റെ പലതരം പായസത്തിന്റെ അത്രയും രസമുള്ള ഒരു മണം കിട്ടുന്നുണ്ട്. ഇളനീർ പായസമാണ്. ഇളനീര്, പാലട, അടപ്രഥമൻ, കടലപ്പരിപ്പ്, ഡേറ്റ്സ്, അരിപ്പായസം, സേമിയ പായസം, ലാസ്റ്റ് ചെറുപയർ പായസം. ഇത് എത്ര ദിവസമായി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇപ്പോൾ 8 ദിവസമായി സ്റ്റാർട്ടിംഗ് ആയിട്ട്. അത്തം മുതലുണ്ട്. എല്ലാ വർഷവും ഞങ്ങൾ ഇവിടെ വിപുലമായ രീതിയിൽ തന്നെ പായസമേള നടത്താറുണ്ട്. അപ്പോൾ കസ്റ്റമർക്ക് ഈസി ആയിട്ട് വന്ന് വാങ്ങുവാനും അത് ഇത്രയും വെറൈറ്റി വീട്ടിലുണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള പായസങ്ങൾ സെലക്ട് ചെയ്ത് മേടിക്കാനും അവർക്ക് അവസരമുണ്ട്. അപ്പൊ എങ്ങനെ ഒരു സദ്യ ഉണ്ടാക്കും, പായസം ഉണ്ടാക്കും എന്നൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് പായസം മാത്രമല്ല, അവിടെ ചെന്ന ഒരു മിനി സദ്യ കൂടെ അവിടെ ഉണ്ട്. 26 ഐറ്റം ആണ് ആ സദ്യയിലുള്ളത്. അപ്പൊ എല്ലാവരും ലുലുവിൽ ഈ പായസമേളയിലൊക്കെ വന്നിട്ട് ഏത് തരം പായസം വേണമെങ്കിലും നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാം, വാങ്ങിക്കാം, വീട്ടിലോട്ട് കൊണ്ടുപോകാം. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ദിലിനെയാണ് നമുക്കൊപ്പം ചേർന്നത്, ലുലു മോളിലെ ഓണവിശേഷങ്ങൾ. അപ്പോൾ ഓണത്തിന് എന്ത് വേണമെങ്കിലും അങ്ങോട്ട് ചെന്നാൽ മതി എന്നുള്ളതാണ് അല്ലേ? ദിലിനയുടെ കെയർ ഓഫ് പറഞ്ഞാൽ മതി. അപ്പോൾ ഈ പായസം മാത്രമല്ല അല്ലേ, വേറെ 2 ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഭവം സദ്യയിലേതാ? കഴിഞ്ഞ സദ്യയോട് എന്തൊരു സാധനം പറഞ്ഞു? കളിയടക്ക. ഇത് ശർക്കര വരട്ടി ഉപ്പേരി അല്ലേ? കായ വറുത്തതും ശർക്കര വരട്ടി. അതെ, അതെ, അങ്ങനെയും പറയാം. കായ വറുത്തതും ശർക്കര വരട്ടിയും ഇല്ലാത്ത ഒരു ഓണക്കാലത്തെ കുറിച്ച് ആലോചിക്കാൻ പോലും മലയാളിക്ക് കഴിയില്ല. ലോകത്ത് എവിടെയുമുള്ള മലയാളികളുടെ അവസ്ഥ ഇത് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ ഇവിടുന്ന് നമ്മൾ കൊടുത്തുവിടുന്നതൊക്കെ കായ വറുത്തതാണ് അല്ലെ? പുറത്തേക്കൊക്കെ പോകുന്ന പ്രവാസികൾക്കടക്കം ഒക്കെ നമ്മൾ കൊടുത്തുവിടുന്നത് ഈ കായ വറുത്തതൊക്കെയാണ്. ഉറപ്പായും കേരളത്തിനപ്പുറം ഇവിടെ വിപണി അതിങ്ങനെ വിസ്തൃതമായി കിടക്കുകയാണ്. നമുക്ക് കാണാം എങ്ങനെയാണ്. നല്ല തിളച്ച വെളിച്ചെണ്ണയിൽ വറുത്തു കോരിയെടുക്കുന്ന കായ ഉപ്പേരി ആരിലും കൊതി പടർത്തും. ലോകത്തെവിടെയുമുള്ള മലയാളികൾ ഓണക്കാലമാകുമ്പോൾ തന്റെ ഇഷ്ടങ്ങളിലേക്കും ഗൃഹാതുരത്വത്തിലേക്കുമെല്ലാം എളുപ്പത്തിൽ ഓടിയെത്തും. അവർക്കു വേണ്ടി തന്നെയാണ് വെളിച്ചെണ്ണയിൽ മുങ്ങി നിവർന്ന് നല്ല മഞ്ഞ കണിക്കൊന്ന പോലെ ഇവ വിരിയുന്നത്. ഇന്ത്യയൊട്ടാകെയുള്ള വൻകിട കമ്പനികളുടെ ഔട്ട്ലെറ്റുകളിലേക്കും രാജ്യത്തിന് പുറത്തേക്കുമെല്ലാം ഓണക്കാലത്ത് നമ്മുടെ നാട്ടുരുചി എത്തുന്നുണ്ട്. കേരളത്തിൻ്റെ പുറത്തുള്ള വിപണി ശരിക്കും നമ്മളെപ്പോലെയുള്ള ഒരു ബ്രാൻഡിന് 10-40 വർഷമായിട്ടുള്ള ചിപ്പോ എന്ന് പറയുന്നൊരു ബ്രാൻഡിന് റെഗുലറായിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. ഇപ്പോൾ ബാംഗ്ലൂർ, ചെന്നൈ, ഡൽഹി അങ്ങനെയുള്ള മെട്രോസിലൊക്കെ നമുക്കിപ്പോൾ റെഗുലറായിട്ടുള്ള റിക്വയർമെൻറ്റ്സ് വരുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലുള്ളവരെക്കാട്ടും വളരെ വലിയ വിലയാണ് കേരളത്തിൻ്റെ പുറത്ത് പോയാൽ മലയാളികൾക്ക് വരെ ഉണ്ടാവുക. അപ്പോൾ അതിന് ചിപ്സിന് അവർക്ക് ശരിക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ കിട്ടുന്ന അതേ ക്വാളിറ്റിയിൽ ഫ്രഷായിട്ട് അവിടെ കിട്ടുക എന്നുള്ള കിട്ടും എന്നുള്ളൊരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമ്പോൾ അവിടെ എന്തായാലും കസ്റ്റമേഴ്സിന് ഇതിനുള്ള ഒരു റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ട്. അതിനോടുള്ളൊരു അട്രാക്ഷനാണത്. ശർക്കര വരട്ടിയും കായ ഉപ്പേരിയുമെല്ലാം മികച്ച അന്തരീക്ഷത്തിൽ ഉൽപ്പാദിപ്പിക്കണമെന്ന് കമ്പനികൾ നിർബന്ധം പുലർത്തുന്നുണ്ട്. അവർക്ക് മാത്രമാണ് ഓർഡർ ലഭിക്കുക. എൻ പ്രൊഡക്റ്റ് വരുന്ന ചിപ്സ് നല്ല രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ മെയിനായിട്ട് ഞങ്ങൾ ഓയിലിൻ്റെ ടെമ്പറേച്ചറാണ് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഫ്രൈയിങ്ങിൽ തന്നെ ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പിന്നെ അതുപോലെ തന്നെ സ്ലൈസറിൻ്റെ ഇതും ഒരു മെയിൻ ഫാക്ടറാണ്. ആ സ്ലൈസറിൻ്റെ നമ്മുടെ തിക്നെസ്, ഒരു ബനാന ചിപ്സിന് യൂണിഫോം തിക്നെസ് എന്ന് പറയുന്നത് അച്ചീവ് ചെയ്യാൻ ആ സ്ലൈസറും അവിടെ കൊടുക്കുന്ന പ്രഷറും എല്ലാം ഒരു ഫാക്ടറാണ്. അപ്പോൾ അതും ചെക്ക് ചെയ്ത് ഇവരെല്ലാവരും ഹൈജീൻ ട്രെയിനിങ് ആയാലും ആ ട്രെയിനിങ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പിന്നെ വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നമ്മളെ ചേട്ടന്മാരാണ് മെയിനായിട്ട് അത് നോക്കുന്നത്. ഉപ്പേരികൾ എല്ലാ കാലത്തും നാട്ടിൽ കിട്ടുമെങ്കിലും ഓണക്കാലത്ത് വാങ്ങിക്കഴിക്കുന്നതിന്റെ സുഖമൊന്നു വേറെയാണ്. അല്ലെങ്കിലും ഓർമ്മകൾ തന്നെയാണല്ലോ ഓണവും. ന്യൂസ് 18 കൊച്ചി.
അപ്പോൾ ഒരുപാട് പ്രേക്ഷകർ നമുക്ക് യൂട്യൂബിൽ ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നുണ്ട്, ഓണം വിഷസ് ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷക സുനിമോൾ ഇന്നും ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്, പക്ഷെ എനിക്കില്ല, അത് എൽദോയ്ക്ക് മാത്രമാണ്. എൽദോ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നുണ്ട്, അതിൽ എൽദോ ഇവിടെ നിന്ന് അഹങ്കരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ജൂലി അടക്കമുള്ള നിരവധി പ്രേക്ഷകർ നമുക്ക് കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് ഒരു ചെറിയൊരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തലാണ്. എല്ലാവർക്കും അറിയാമെങ്കിലും അടുത്ത 3 ദിവസം ബാങ്ക് അവധിയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ബാങ്ക് ഇടപാട് നടത്താനുണ്ടെങ്കിൽ വേഗം ആയിക്കോട്ടെ, നടക്കട്ടെ അല്ലെ. ഇന്നും കൂടിയേ ഉള്ളൂ ബാങ്ക്, അത് കഴിഞ്ഞ് 3 ദിവസം ബാങ്കിലുള്ളവരും ഓണം ആഘോഷിക്കാൻ പോകും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അതൊന്നൊരു ഇൻഫർമേഷൻ ആയിട്ട് എടുത്ത് വേഗം എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ മറ്റൊരു സ്റ്റോറിയിലേക്ക് പോവുകയാണ്. നല്ല നാടൻ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയ കായ വറുത്തതും ശർക്കര വരട്ടിയും ഒന്നുമില്ലാതെ ഓണാഘോഷമില്ല. നമ്മളിപ്പോൾ കണ്ടു. അതുപോലെ തന്നെ മികച്ച ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ പക്ഷേ കേരളത്തിന് സമ്മാനിക്കാൻ ഈ കുടുംബശ്രീ സംരംഭങ്ങൾ അത് സംസ്ഥാനത്തുടനീളം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏകീകൃത പാക്കിങ്ങിലാണ് ഇത്തവണ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തുന്നത് എന്നുള്ളതാണ് ഇത്തവണത്തെ പ്രത്യേകത. ഇടുക്കിയിലെ വനിതാ സംരംഭകരുടെ വിശേഷങ്ങളിലേക്ക് പോവാണ്. അതിന് മുമ്പ് ഞാനൊന്ന് ഡെസ്കിലേക്ക് പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ന്യൂസ് 8ന്റെ ഓണാഘോഷം ഇന്നാണ്. ഓണാഘോഷം എന്ന് പറയുമ്പോൾ അത്ര വിപുലമായി നമ്മൾ ഇത്തവണ നടത്തുന്നില്ല. പക്ഷെ ഒരു സദ്യയും നമ്മുടെ അല്ലെ ട്രഡീഷണൽ വെയറും അത്തവും ഒക്കെ നമുക്കുണ്ട്. അപ്പൊ എന്തായാലും ആ വിശേഷങ്ങളിലേക്ക് ഞാനൊന്ന് പോയി വരാം. അപ്പൊ നമുക്ക് അതിനു മുമ്പ് ഈ കാഴ്ചകളൊന്ന് കാണാം. ഉപ്പേരിയും ശർക്കര വരട്ടിയൊന്നുമില്ലാതെ ഓണരുചി ഒരിക്കലും പൂർത്തിയാകില്ല. ഏതാനും വർഷങ്ങളായി മികച്ച ഗുണമേന്മയുള്ള ഉപ്പേരിയും ശർക്കര വരട്ടിയും ഒക്കെ വിപണിയിലേക്ക് എത്തിക്കുന്ന ഒരു വനിതാ സംരംഭ കൂട്ടായ്മയാണ് ഇന്ന് നമ്മളോടൊപ്പം ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നത്. ഇടുക്കി നെടുങ്കണ്ടത്തെ ലക്ഷ്മി സ്പൈസസ്, ഈ ലക്ഷ്മി സ്പൈസസിന്റെ അമരകാരിയായ ശ്യാമള വിശ്വനാഥ് നമ്മളോടൊപ്പം ചേരുന്നു. ഓണം ഒരുക്കങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ചിട്ടുണ്ട്. പക്ഷെ കാലാവസ്ഥ അനുകൂലമല്ല, അതുപോലെ തന്നെ മനുഷ്യന്റെ സാമ്പത്തികയും വളരെ മോശമാണ്. എങ്കിൽ പോലും ഓണത്തെ വരവേൽക്കാൻ കേരള ജനത തയ്യാറായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അവർക്ക് ആവശ്യമായ വസ്തുക്കൾ, ഗുണമേന്മയുള്ള വിഷരഹിതമായ ഉൽപ്പന്നങ്ങൾ കൊണ്ട് നിർമ്മിച്ച സാധനങ്ങളും അതുപോലെ തന്നെ കേരള അഗ്രോയുടേതും കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ ടെസ്റ്റുകളൊക്കെ പൂർത്തിയാക്കിയ ഉൽപ്പന്നങ്ങളാണ് ഇത്തവണ ഞങ്ങൾ വിപണിയിൽ ഇറക്കുന്നത്. കാരണം തെറ്റും ശർക്കര വരട്ടിയല്ല, ടെസ്റ്റിന് വിധേയമാക്കി ഗുണമേന്മയുള്ളതാണെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. സർക്കാരും അംഗീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ വർഷത്തെ ഓണം കൊണ്ടാടാനായിട്ട് എല്ലാവരെയും ഓണത്തിലേക്ക് കടത്തിവിടാനും ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇപ്പോൾ ഏതാനും ദിവസങ്ങളായിട്ട് ഇതിന്റെയൊക്കെ നിർമ്മാണ പുരയിലാണ്. ഞങ്ങൾ എല്ലാ ശുദ്ധമായ വെളിച്ചെണ്ണയിലും എല്ലാ കാര്യങ്ങളും ഇവിടെ നമ്മൾ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് തന്നെയാണ്. കൊണ്ടുപോയി ഉപയോഗിച്ച് എനിക്ക് വിശ്വാസമുള്ളതുമാണ്. ഇപ്പം നമ്മൾ ചിപ്സും ഇതുമൊക്കെ ഒരു 1000 മുകളിൽ പാക്കറ്റുകളാക്കി നമ്മൾ ഇപ്പം തന്നെ വിതരണം ചെയ്ത് കഴിഞ്ഞു. ഇപ്പം തന്നെ ഒരുപാട് ഓർഡറുകൾ ഉണ്ടായിരുന്നു, നമ്മൾ വിതരണം ചെയ്ത്. ഇന്ന് മുതൽ പായസമേള ആരംഭിച്ചിട്ടുണ്ട്. ലൈവായിട്ട് ചിപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പ്രധാനമായിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ശർക്കര വരട്ടി, ഉപ്പേരി, കടയിടയ്ക്ക, ഓണം സ്പെഷ്യലായിട്ട് പായസം ചെയ്യുന്നു. നാളെ 3 തരം പായസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, പ്രിൻസ് ആണ് അപ്പോൾ അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്. എന്നോടൊപ്പം ഇപ്പോൾ ഹരിയാണുള്ളത്. ഹരി, ഓണാശംസ. പക്ഷേ ഇന്ന് ഹരി എന്താ ഈ ജാങ്കോ ആയിട്ട് വന്നേക്കുന്നത്? അല്ല, നമ്മള് വയനാട് ഇതായതുകൊണ്ട് തന്നെ നമ്മൾ ഓണം ആഘോഷിക്കുന്നില്ല എന്നുള്ള തീരുമാനത്തിലെടുത്തത് കൊണ്ടാണ് തെറ്റേറുകളൊന്നും. ശരി, ഓക്കെ, ഉറപ്പായും. അപ്പോൾ എന്തായാലും എങ്കിലും ഓണം അല്ലേ, ഹാഷ്ടാഗ് ടാഗ് ലൈൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഓണമായിട്ട് കുറെ സിനിമകൾ ഇറക്കിയിട്ടുണ്ടല്ലോ ഹരി. ഇന്നും 2 സിനിമ അല്ലേ? അതെ, ഇന്ന് 2 അല്ലേ, സത്യം പറഞ്ഞാൽ 4 സിനിമകളുണ്ട്. 4 സിനിമകളുണ്ട്. കഴിഞ്ഞ ദിവസം 2 സിനിമകൾ റിലീസായി. ഇന്ന് റിലീസാകുന്നത് ഏറ്റവും പ്രധാനം എന്നല്ല, 4 സിനിമകളും പ്രധാനപ്പെട്ടതാണ്. എന്നാൽ പോലും ബാഡ് ബോയ്സ് എന്ന ഉമർ ലുലുവിന്റെ സംവിധാനത്തിൽ ഷീലു എബ്രഹാം നിർമ്മിച്ചൊരു സിനിമയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഒരു ചെറിയ വിവാദം ഉണ്ടായിരുന്നു. പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഷീലു എബ്രഹാം ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടിരുന്നതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട്. ഞങ്ങളുടെ സിനിമയെ തഴയുന്നു, ഒഴിവാക്കുന്നു എന്നത് സംബന്ധിച്ച്. അപ്പോൾ സിനിമയ്ക്ക് ഉള്ളിൽ തന്നെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു പ്രധാന പ്രശ്നമായിട്ട് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ചിത്രം ആന്റണി പെപ്പെ നായകനായി എത്തുന്ന കൊണ്ടൽ എന്ന ചിത്രമാണ്. സോഫിയ പോളാണ് ചിത്രം നിർമ്മിക്കുന്നത് എന്നുള്ളതാണ്. മറ്റ് 2 സിനിമകൾ, ഒന്ന് ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ് എന്ന് പറഞ്ഞൊരു സിനിമയാണ്. ഷബീഖ് ചൗക്കത്താണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഷാജി കൈലാസിന്റെ മകൻ റുഷിൻ ഷാജി കൈലാസ് ഇതിനകത്ത് ഒരു പ്രധാന വിഷയത്തിലെത്തുന്നുണ്ട്. നായകനായി അദ്ദേഹം അഭിനയിക്കുന്നു. അദ്ദേഹത്തിന്റെ അരങ്ങേറ്റ ചിത്രമാണ്, അഭിനയിക്കുകയാണ്, പുള്ളി നായകനായി എത്തുന്നു. മറ്റൊരു ചിത്രം പ്രതിഭ ട്യൂട്ടോറിയൽസ് ആണ്. സുധീഷാണ് ചിത്രത്തിൽ നായകനായി എത്തുന്നത്. അപ്പോൾ സുധീഷിനെതിരെയുള്ള വിവാദങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് സുധീഷിനെതിരെ ഇപ്പോൾ സുധീഷ് നായകനായ ഒരു സിനിമയും കൂടെ എത്തുന്നത്. ഈ 4 ചിത്രങ്ങളാണ് ഓണത്തിൽ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം റിലീസിനെത്തുന്നത്. കഴിഞ്ഞ ദിവസം 2 സിനിമകൾ റിലീസിനെത്തിയിരുന്നു. ഒരു ആസിഫ് അലി ചിത്രമായ കിഷ്കിന്ദകാന്തവും ടൊവിനോ ചിത്രമായ അജയന്റെ 2ാം മോഷണവും ഇറങ്ങി. അജയന്റെ 2ാം മോഷണത്തെ പറ്റി ഞാൻ ചോദിക്കാനും
മുമ്പ് അത് കണ്ടു അല്ലേ? സിനിമ കണ്ടു. ചിത്രം നല്ല അഭിപ്രായം, മികച്ച അഭിപ്രായമായിരുന്നു. സിനിമ എനിക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. 3D ഫിലിമാണ്. 3D ആണ്. 3D ഫിലിം തിയേറ്ററിൽ പോയി തന്നെ കാണണം. തിയേറ്ററിൽ മസ്റ്റ് വാച്ച് ആണ്. ഗംഭീരമായ ഒരു ഓഡിയോ വിഷ്വൽ ഉള്ള ഒരു തിയേറ്റർ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. സാധാരണ കുഞ്ഞു തിയേറ്ററിലൊന്നും പോകാതെ വലിയ ആംബിയൻസ് ഉള്ള തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, നമ്മൾ അതിലേക്ക് വരും മുമ്പ് അതിന്റെ ഒരു പ്രതികരണങ്ങളിലേക്ക് പോകണം. ഓണം റിലീസായി കഴിഞ്ഞ ദിവസം എത്തിയ ടൊവിനോ ചിത്രം അജയന്റെ രണ്ടാം മോഷണം അതിന് മികച്ച അഭിപ്രായം നേടി മുന്നേറുകയാണ്. 3Dയിൽ റിലീസ് ചെയ്ത ചിത്രം 30 കോടി രൂപയുടെ ബഡ്ജറ്റിലാണ് പുറത്തിറങ്ങിയത്. നമുക്ക് ആദ്യം ഷോ കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ പ്രതികരണം കാണാം. പ്രതീക്ഷിച്ചാലപ്പുറം കിടിലം പടം, ഒരു രക്ഷയില്ല. 3D തന്നെ കാണണം. വിഷ്വൽ എഫക്റ്റ് ഒക്കെ കിടിലം. ടൊവിനോ അഭിനയിച്ച് തകർത്തു. ടൊവിനോ ഒരു എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറേ സ്റ്റോറീസും നമ്മൾ പണ്ട് കേട്ടിട്ട് പോയ കുറേ സ്റ്റോറീസും എന്ത് പറയാം, കണ്ടിട്ടില്ലാത്തൊരു സ്റ്റോറി. നല്ല പടം. ഈ ഗൂസ് ബംസ് പറയുന്നത് അത്യാവശ്യം നല്ല ഒരുപാടുണ്ട്. പിന്നെ ഒരു എന്തൊരു മിസ്സിംഗ് പോലെ തോന്നിയെങ്കിലും പെർഫോമൻസ് വേറെ ലെവൽ, ഒരു രക്ഷയില്ല. അടിപൊളി വിഷ്വൽസ്, പടം കണ്ടിരുന്നു പോകും. പിന്നെ നമ്മൾ ഈ എന്താ പറയുക, തിയേറ്ററിൽ ഒരുപാട് പ്രതീക്ഷിച്ച് വരണ്ട, പക്ഷെ കാണാൻ നല്ല സാധനമാണ്, അടിപൊളി സാധനമാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. സ്ക്രീനിൽ കാണുന്നുണ്ട്. 3D എന്ന് പറയുമ്പോഴത്തേക്ക് വേറെ ഈ ഫ്ലെയിംസിൻ്റെ ഒക്കെ ഓരോ പൊരിലുണ്ടല്ലോ, അതൊക്കെ വന്നാൽ അടിപൊളിയായിട്ടുണ്ട്. നല്ല എടുത്ത ചെയ്യുന്ന പൊളി സാധനമാണ്. നല്ലത് ഹൈപ്പിലാണെന്ന് പറയുമ്പോഴത്തേക്കും ബ്രോ ഈ ഗൂസ് ബംസ് ഈ ബാഹുബലി ആ ടൈപ്പ് ഒന്നുമില്ല, പക്ഷേ ക്ലാസ് ആയിട്ട് മലയാളത്തിൽ നല്ല വിഷ്വൽ ആയിട്ടുള്ള 3D ഒരു പടം. മേക്കിംഗ് വേറെ ലെവലായിട്ടുണ്ട്. സ്റ്റോറി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകണമെന്ന് ഒരു പിടുത്തം കിട്ടില്ല. ആ ഒരു സാധനമുള്ളത്. കരിയർ ബെസ്റ്റ് ഫിലിം തന്നെ, അടിപൊളി ഫിലിമാണ്. 3D എഫക്റ്റ് ആയിരുന്നാലും അടിപൊളിയായിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു അടിപൊളിയായിട്ടുണ്ട്. സൂപ്പറായിട്ട് വിഷ്വൽ 3D തന്നെ കാണണം കേട്ടോ. മാക്സിമം 3D തന്നെ കാണാൻ നോക്കുക. കാര്യം അത്രയും എഫക്റ്റ് ഉണ്ട് അതിൽ, അടിപൊളിയായിട്ടുണ്ട്. വേറെ ഇപ്പം ബഡ്ജറ്റ് ആയിരുന്നാലും നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നാലും ഒരു ബോറിംഗ് ഒന്നുമില്ല. 2.5 മണിക്കൂർ ഫാൻറ്റസി തന്നെയാണ്, നമ്മൾ നാട്ടിൻപുറത്ത് നടക്കുന്നതാണ്, പക്ഷേ അടിപൊളിയായിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. സിനിമ അടിപൊളി, നല്ല മേക്കിംഗ്, അടിപൊളി, രക്ഷയില്ല. പാൻ ഇന്ത്യൻ, ഭയങ്കര എന്താ പറയുക, പ്രതീക്ഷിക്കുന്നതിന് അപ്പുറം ഉള്ള ഒരു പരിപാടിയായിരുന്നു. ലാഗൊന്നുമില്ല. നമുക്ക് ഒരു ബാഹുബലി റേഞ്ച് സിനിമയാണ് സത്യം പറഞ്ഞാൽ. പെർഫോമൻസ് വൈസ് എക്സ്ട്രാ ഓർഡിനറി. ടൊവിനോ എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ജിതിൻ ലാൻഡിൽ ഒരു രക്ഷയില്ല. ഡയറക്ഷൻ സൂപ്പർ 100% സാറ്റിസ്ഫൈഡ്. 3D എല്ലാം അടിപൊളിയല്ല. ഇവിടെ കുഴപ്പമില്ല, ഭയങ്കര കിടിലൊന്നല്ല. ഒരു ഫോക്ക് ലോർ കണ്ടിരുന്ന് കാണേണ്ട പടം. ആ ഫാൻറ്റസിയാണ്, ഒരു അഡ്വഞ്ചർ, ആ ഒരു ട്രഷർ, ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു ഐറ്റമാണ്. പിന്നെ പോസിറ്റീവ്സ് എന്ന് പറയാൻ ടൊവിനോൻ്റെ പെർഫോമൻസ്, പിന്നെ മ്യൂസിക് ആൻഡ് ബീജിയം ഒക്കെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. എസ്പെഷ്യലി വിഷ്വൽ ട്രീറ്റ് ആണ്. പിന്നെ ടൊവിനോയുടെ ആക്ടിങ് അടിപൊളിയായിരുന്നു. പിന്നെ ആക്ഷൻസ് എടുത്തു പറയേണ്ടതാണ്. പിന്നെ സ്റ്റോറിയും നല്ല അടിപൊളിയാണ്. ലാഗം അങ്ങനെയൊന്നുമില്ല. നല്ല സോങ്സ് ഉണ്ട്. പിന്നെ മെയിൻലി ഈ രണ്ടാം പാട്ടിലോട്ടുള്ള ലീഡ് പോലെ അങ്ങനെയൊന്നുമില്ല. ഫസ്റ്റ് ഇതോടെ തീർന്നത് അത് നന്നായിട്ട് എനിക്ക് തോന്നി. ഒരു ക്ലീശ തോന്നിയില്ല. നല്ല സ്റ്റോറിയാണ്, അത് അടിപൊളിയായിരുന്നു. നല്ല പടമായിരുന്നു. ഇപ്പം ബേസിക്കലി ശിഷ്യനാണല്ലോ പടം എടുത്തിരിക്കുന്നത് ജിതിൻ ലാൽ. അപ്പോൾ ആ ഒരു ക്വാളിറ്റി എന്തായാലും ഉണ്ടായിരുന്നു, കൊള്ളായിരുന്നു. തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്നത്. സ്റ്റോറി വൈസ് ആ ഫാൻറ്റസിയാണ് മെയിൻ. 3 കാലഘട്ടമാണ് കാണിക്കുന്നത്. അതിൽ മണീൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ നല്ല രീതിക്ക് തന്നെ എടുത്തിട്ടുണ്ട്. അത് തിയേറ്ററിൽ ഒന്ന് കാണുക, നല്ല അടിപൊളിയാണ്. സിനിമ നല്ല സിനിമയായിരുന്നു. ട്രെയിലർ പോലെ തന്നെ നല്ല എക്സൈറ്റഡ് ആയിട്ടുള്ള സിനിമ. അങ്ങനെ ലാഗോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്തില്ല. നല്ല ടൊവിനോ തോമസിന് നല്ല എന്താ പറയുക, കുറേ ബാറ്റിൽ സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല അടിപൊളിയായിരുന്നു. തിയേറ്ററിൽ വന്ന് മസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള 3D എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും പ്രേക്ഷകർക്ക് നല്ല അഭിപ്രായം പറഞ്ഞ് മുന്നോട്ട്. ഏത് ജോണറാണ്? ഒരു ഫാന്റസി, ഒരു ത്രില്ലറാണ്. ഒരു 3 കാലഘട്ടമാണോ? 3 കാലഘട്ടം. 1900, പിന്നെ 1950, അങ്ങനെ പോകുന്നൊരു കാലഘട്ടമാണ്. ആ ഒരു ക്യാരക്ടറിൽ 3 ക്യാരക്ടറിൽ പ്രത്യേകിച്ച് ഒരു കള്ളനായിട്ട്, മണി എന്ന് പറയുന്നൊരു കള്ളനായിട്ട് വരുന്നുണ്ട്. അതിഗംഭീര പെർഫോമൻസ് കേട്ടോ. ഇതിൻ്റെ കരിയർ ബെസ്റ്റ് തന്നെ പറയേണ്ട ഒരു പെർഫോമൻസ് ആയിരുന്നു ആ പടത്തിൽ പ്രത്യേകിച്ച്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഓണം വിന്നർ എന്നൊക്കെ പറഞ്ഞൊരു സംഭവമാണല്ലോ. ഏത് പടമായിരിക്കും വിജയിക്കുക എന്നുള്ളത് സംബന്ധിച്ച് ഇനി ഒരു ഓണം വിന്നർ അറിയണമെങ്കിൽ ഇന്നും കൂടെ റിലീസ് വരണം. ആ സിനിമകളൊക്കെ എങ്ങനെയാണെന്നുള്ള ഒരു കാത്തിരിപ്പൊക്കെയാണ് ഇത് അറിയേണ്ടതുള്ളത്. അപ്പോൾ അതെങ്ങനെയായിരിക്കും ഈ തിയേറ്ററുകളിൽ, പ്രത്യേകിച്ച് ഈ ഒരു അവസ്ഥയിൽ, ഈ ഒരു കാലാവസ്ഥയിൽ എങ്ങനെയായിരിക്കും പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരുമോ എന്നുള്ളത് സംബന്ധിച്ചുള്ളത് അറിയേണ്ടത്. കാത്തിരിക്കാം. ഓക്കെ, ഉറപ്പായിട്ടും. എന്തായാലും അപ്പോൾ സിനിമാ വിശേഷങ്ങളാണ് ഹരി പങ്കുവെച്ചത്. ഞാൻ അശ്വതിയിലേക്ക് പോവുകയാണ്. അശ്വതി ആദ്യം ഇവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോയിട്ടുണ്ട്. അവിടെ പൂക്കളം എന്തായെന്തോ. അശ്വതി, പൂക്കളം സെറ്റായോ?
സത്യത്തിൽ പൂക്കളം സെറ്റായി എൽദോ. ഞാൻ പിന്നെ കുറച്ചൊന്നും ഇങ്ങനെ കാണിക്കാന്ന് വിചാരിച്ചു ആളുകളെ ഇടുന്ന പോലെ. പൂക്കളം നല്ല വൃത്തിക്ക് ഇരിപ്പുണ്ട്. നമ്മുടെ പാർവതിയും എല്ലാരും കൂടി ചേർന്ന് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാനൊന്ന് ഒന്ന് ഫോട്ടോയ്ക്ക് ഒന്ന് പോസ് ചെയ്യാന്ന് വെച്ചാൽ മാത്രം ഇവിടെ ഇരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് നമ്മൾ സാധാരണ ന്യൂസ് 18 ഓണാഘോഷം നല്ല ഗംഭീരമായിട്ട് നടത്താറുണ്ട്. എല്ലാ തവണയും ഗ്രൂപ്പായി തിരിഞ്ഞ് നമ്മൾ ഓണം പൂക്കളം മത്സരം നടത്താറുണ്ട്. ഷഫീഖ് കയറി വാ. അപ്പൊ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ ഇത്തവണ നമ്മള് ഓണം വളരെ ചുരുങ്ങി ചെറിയ ആഘോഷമാണ് നടത്തുന്നത്. അപ്പൊ നമ്മളൊന്ന് ട്രഡീഷണൽ ഡ്രസ്സിലൊക്കെ വന്ന് ഒരു അത്തമൊക്കെ ഇട്ട് ഒരു സദ്യയൊക്കെ ഒരുമിച്ചിരുന്നുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ ഇത്തവണ. കൂടുതൽ ശ്രദ്ധ നമ്മൾ വയനാട്ടിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ എന്തായാലും ഞങ്ങളുടെ പൂക്കളം ഇതാണ്, ന്യൂസ് 18ന്റെ പൂക്കളം ഇതാണ്. എന്തായാലും ചെറിയ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത് പാർവതിയും ടീമും അത് അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കൂടെ ഓണം വിശേഷങ്ങളുമായിട്ട് നമുക്ക് ആദ്യം നമ്മുടെ രതീഷ് ബാലരാമപുരം. നമ്മുടെ രതീഷേ, എന്താണ് ബാലരാമപുരം എന്ന് പറഞ്ഞാൽ തന്നെ അത് കൈത്തറിയുടെ സ്ഥലമാണ്, അറിയാലോ. അപ്പൊ രതീഷ് നമ്മുടെ ബാലരാമപുരത്ത് നിന്നാണ് വരുന്നത്. എങ്ങനെയുണ്ട് അവിടെ തിരക്കൊക്കെ? എങ്ങനെയാ ഓണത്തിരക്ക്? ഇപ്പോഴത്തെ അവസ്ഥയിൽ നല്ല തിരക്കാണ്. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ ഇപ്പൊ പൊതുവില് നല്ല തിരക്കാണ്. ഇപ്പൊ റോഡെല്ലാം ഭയങ്കര തിരക്കായി. നല്ല തിരക്കാണ് നിലവിൽ. ഈ ആളുകളെല്ലാം കൂടെ അങ്ങോട്ട് കയറി വരുവാണല്ലോ ബാലരാമപുരത്ത്. കൈത്തറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈത്തറിയുടെ മേഖലയാണല്ലോ, കേന്ദ്രമാണ്. അപ്പോൾ അത് സംബന്ധിച്ചിടത്തോളം ആൾക്കാരെല്ലാം കൈത്തറി മുണ്ടുകൾ വാങ്ങിക്കുക, കൈത്തറി സാരികൾ മേടിക്കുക, ആ ഇതിലേക്ക് എല്ലാവരും ബാലരാമപുരത്തേക്ക് എത്തിച്ചേരുന്ന വ്യവസ്ഥയാണ് ഇപ്പം. ഇതിൽ വൈകിട്ടായി കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ആ മേഖലയിലോട്ട് അങ്ങോട്ട് ഞാൻ തന്നെ അങ്ങനെയല്ല, അങ്ങോട്ട് ഒരു 6 മണി കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതാണ് അവസ്ഥ ഇപ്പോഴത്തെ. തിരക്ക് വേണം എങ്കിലല്ലേ ഒരു ഗുമ്മുള്ളൂ. അപ്പൊ ഷഫീഖ് എങ്ങനെയാണ് ഇത്തവണത്തെ ഓണം? എന്താണ് ഇത്തവണത്തെ ഓണം? ഹാപ്പി ഓണം. സദ്യ, വീട്ടില് സദ്യ ഉണ്ടോ? വീട്ടിൽ സദ്യ ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് സദ്യ ഇവിടെ കഴിക്കും, അത് കഴിഞ്ഞിട്ട് വീട്ടിലെ സദ്യ വേറെ കഴിക്കും. അപ്പൊ നമുക്ക് ഈ നമ്മുടെ അത്തം ഇട്ട പാർവതിയുടെ അടുത്തും കൂടി ചോദിക്കാം കേട്ടോ. നമ്മുടെ ചെറിയ ആഘോഷങ്ങളെ ഉള്ളൂ എന്ന് പറയുമ്പോ, അത്തവും സദ്യയും മാത്രം എന്ന് പറയുമ്പോ, പാർവതിയുടെ അടുത്ത് രാവിലെ വന്ന് അത്തൊക്കെ ഇട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ല വെഡിങ് ആനിവേഴ്സറി ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ പ്രേക്ഷകരായിട്ട് പങ്കുവെച്ച പാർവതി അർജുന്റെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? ആഘോഷിച്ചോ? നന്നായിട്ട് ആഘോഷിച്ചു. അപ്പൊ ഓണ സമയത്തായിരുന്നു കല്യാണം? അതെ, ഓണ സമയത്തായിരുന്നു. അപ്പൊ ഓണം ഭയങ്കര നല്ല ഓർമ്മയാണ്. നല്ല ഓർമ്മയാണ്. എന്തോ ഒരു വെച്ച് പറഞ്ഞല്ലോ, നല്ല ഓർമ്മയാണ്. ചേച്ചി എങ്ങനെയാണ് ഓണം? സുജി ചേച്ചി? ഓണം എല്ലാ വർഷവും ന്യൂസ് 18 അടിച്ചു പൊളിക്കും. പക്ഷെ ഈ വർഷം ന്യൂസ് 18 ഓണം ചെറിയ രീതിയിലായതുകൊണ്ടൊരു വിഷമവും. അത് സത്യമാണ് കേട്ടോ. സുചേച്ചിയുടെ ഓണം അടിച്ചു പൊളിക്കുമെന്ന് സുചേച്ചി പറഞ്ഞത് അക്ഷരാർത്ഥത്തിലാണ്. കാരണം ഒരു പാട്ടൊക്കെ അങ്ങോട്ട് ഇടണം. സുചേച്ചി ചില അടിപൊളിയായിട്ട് ജിൽന്ന് നിൽക്കുന്ന ആളാണ്. അപ്പൊ ഇത്തവണ അത് ഇല്ലാത്തതിന്റെ ഒരു വിഷമം ഉണ്ടല്ലോ. ഇത്തവണ നമ്മൾ വയനാടിനൊപ്പം ഇനിയും വരും ഓണം അടിപൊളിയായിട്ട്. അപ്പൊ അടിപൊളിയാക്കണം. ഓണക്കോടി എടുത്തോ? ഓണക്കോടി എടുത്തില്ല, എടുക്കണം. ഇനിയാണോ പോകുന്നത്? അപ്പൊ ഉത്രാടപ്പാച്ചിലിന്റെ കൂടെയാണോ ഓണക്കോടി? അതെ, എല്ലാ വർഷവും എല്ലാ വർഷവും അങ്ങനെയാണ്. അപ്പൊ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ ചേച്ചി? തിരക്കായിരിക്കും. എന്നാലും തിരക്കി പോകുന്നതാണ് ഇഷ്ടം. ഇടിയൊക്കെ കൊണ്ട് ചവിട്ടൊക്കെ കൊണ്ട് അതാണ് ഇഷ്ടം. അപ്പൊ അടുത്ത് നമുക്ക് നമ്മുടെ ശിവചേച്ചിയുടെ അടുത്ത് ചോദിക്കാം. ശിവചേച്ചി നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മളെല്ലാരും സുന്ദരികളാവും കേട്ടോ. ഇവർക്കൊക്കെ സമയം കൊടുത്താൽ ഇവരെല്ലാം കുറച്ചൊന്ന് ഇതിപ്പോ അത്തം ഇട്ട ഉടനെ ഞാൻ ഇങ്ങോട്ട് വന്നോണ്ടാണ്. ശിവചേച്ചി എങ്ങനെയാണ് ഓണം? എങ്ങനെയാണ്? അടിപൊളി. എന്നാൽ ഇത്തവണ എന്താ സ്പെഷ്യൽ? ഇത്തവണ നമ്മുടെ എല്ലാ പ്രാവശ്യത്തെ പോലെ ഇവിടെ അങ്ങനെ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ അതിന്റെ ഒരു വിഷമമുണ്ട് സുജ പറഞ്ഞ പോലെ. മറ്റേ നമ്മൾ അടിച്ചു പൊളിക്കൂലേ ഓണം. പക്ഷെ ഇത്തവണ നമ്മൾ പറഞ്ഞ പോലെ വലിയ മാറ്റു കുറവാണെങ്കിലും നമുക്കൊരു പ്രതീക്ഷയുടെ സമയം തന്നെയാണ് ഇത്. നമ്മള് വലിയ വലിയ ദുഃഖങ്ങൾ ഉണ്ടാകുന്നു, പക്ഷെ അതെല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതെല്ലാം അതിജീവിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. എൽദോ, അപ്പൊ എല്ലാവർക്കും ന്യൂസ് 18ന്റെ ഹാപ്പി ഓണം. ഹാപ്പി ഓണം എല്ലാവർക്കും ഒരിക്കൽ കൂടി. അശ്വതി എന്നാലും പൂക്കളം ഗംഭീരമായിട്ടുണ്ട്. അതിന് ക്രെഡിറ്റ് അശ്വതിക്കില്ല. അശ്വതി ഇവിടെ നിന്ന് പോയി ഷോ വെച്ച് പോകുന്നേ ഉള്ളൂ, വെറുതെ പോസ് മാത്രം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം ഒരിക്കൽ കൂടി. നമ്മൾ എല്ലാവർക്കും ചേർത്ത് നിർത്താം. നമുക്ക് വയനാടിനെയും എല്ലാവരെയും നമുക്ക് ചേർത്ത് നിർത്താൻ ഈ ഓണം മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ നമ്മൾ ന്യൂസ് 18 മോർണിംഗ് വൈബ്സിലെ സ്ഥിരം സെഗ്മെന്റ് ഉണ്ടല്ലോ, നമ്മുടെ ബർത്ത്ഡേ ആഘോഷങ്ങൾ. അതെന്തുമായിക്കോട്ടെ, അത് നമ്മളൊപ്പം ആഘോഷിക്കാമെന്ന് നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അപ്പോൾ ഇന്ന് 2 പേരുടെ ബർത്ത്ഡേ ആണ് നമ്മൾ പ്രധാനമായും ഉൾക്കൊള്ളിക്കുന്നത്. ആദ്യം ഹാപ്പി ബർത്ത്ഡേ ഉണ്ണി ജോസ്. ഉണ്ണി ജോസിന് ബർത്ത്ഡേ വിഷസ് നേരുന്നു. ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഉണ്ണിക്ക് എല്ലാവിധ ആശംസകളും.
ഓക്കെ, അപ്പോൾ ഇനി നാം പറഞ്ഞല്ലോ ഈ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ അനുഭവങ്ങൾ ആഘോഷങ്ങൾ ഉണ്ടായിക്കോട്ടെ അതൊക്കെ നമുക്ക് ചേർന്ന് ആഘോഷിക്കാനേ. അപ്പോൾ അങ്ങനെ ഒരു ആഘോഷവുമായി എത്തുന്ന വിഷ്ണു വി ഗോപാലാണ്. കളർ മീൻ മീഡിയ യൂട്യൂബ് ചാനലിൻ്റെ ഡയറക്ടറാണ്. അവരുടെ പുതിയ പ്രൊജക്റ്റ് ഇന്ന് റിലീസാവുന്നു എന്നുള്ളതാണ് ആ സന്തോഷം. അപ്പോൾ ആ സന്തോഷ നിമിഷത്തിലാണ് ഉള്ളത്. വിഷ്ണു, ഗുഡ് മോർണിംഗ്, ഹാപ്പി ഓണം. എന്താണ് പ്രൊജക്റ്റ്, എന്താണ് വിശേഷങ്ങൾ പറയൂ? ഗുഡ് മോർണിംഗ്, വെരി ഹാപ്പി. ഒരുപാട് സന്തോഷം തോന്നുന്നു. ന്യൂസ് 8 ഫ്ലോറിൽ വീണ്ടും ഒന്ന് കാണാൻ കഴിയുന്നതിന് വളരെ സന്തോഷം. ഇതിനു മുൻപ് 2 തവണ മുൻപുള്ള റിലീസിനും എനിക്ക് വരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു നേരിട്ട് ഫ്ലോറിൽ. എന്തായാലും ഇന്ന് എന്റെ ജിന്നിന്റെ ഊത് എന്ന എന്റെ പുതിയ പ്രോജക്ട് ഇന്ന് വൈകിട്ട് 8 മണിക്കാണ് റിലീസ്. ഒരു ഫാന്റസി ത്രില്ലർ പ്രോജക്റ്റ് ആണ്. നലീബ് ജിയ സീരിയൽ ആർട്ടിസ്റ്റ് ആണ് അതിൽ ഹീറോ റോൾ ചെയ്തിട്ടുള്ളത്, ലീഡ് റോൾ ചെയ്തിട്ടുള്ളത്. അപ്പം കല്യാൺ ഖന്ന, അഞ്ജന മോഹൻ, അങ്ങനെ ഒരു വളരെ ചുരുക്കം ഒരു 5-6 ആർട്ടിസ്റ്റുകൾ മാത്രമാണ്. 35 മിനിറ്റുള്ള ഒരു ഫാന്റസി ത്രില്ലർ പ്രോജക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ആ സന്തോഷമാണ് നമുക്കിത് പങ്കുവെക്കാനുള്ളത് അല്ലേ? എന്തായി ഓണാഘോഷമൊക്കെ? എന്തായി ഓണാഘോഷം? ഇന്ന് ഞങ്ങളുടെ ഓഫീസിൽ ഓണാഘോഷമാണ്. പക്ഷെ ഞാൻ ഇന്ന് രാവിലെയാണ് നമ്മുടെ ഫൈനൽ എഡിറ്റിംഗ് കഴിഞ്ഞിട്ട് വന്ന് കയറിയതേ ഉള്ളൂ. ഇനി ഒന്ന് ഉറക്കം റെഡി ആയിട്ട് വേണം ഒന്ന് ഓഫീസിലോട്ട് പോകാൻ. അതിനുശേഷമാണ് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാൻ. അതിന്റെയൊക്കെ ഒരു ഹറിബറിയിലാണ് ശരിക്കും. ഓണം ഇപ്രാവശ്യം ജിന്നിന്റെ ഊതിനൊപ്പമാണ് ഞങ്ങളുടെ ടീമിൻ്റെത്. നിങ്ങൾ എത്ര പേരടങ്ങുന്ന ടീമാണ് കളർ മീൻ മീഡിയ? കളർ മീൻ മീഡിയ ഞങ്ങള് ഒരു 10ഓളം പേരാണുള്ളത്. ഇത് ഒരിക്കലും ഒരു വലിയ പ്രൊഫഷണൽ ആയിട്ടുള്ള ടീമുള്ള ടെക്നിക്കൽ ടീംസ് ഉള്ള വലിയ ടീമൊന്നും അല്ലായിരുന്നു. ഞങ്ങളൊരു 2-3 വർഷമായിട്ട് എന്റെ സുഹൃത്തുക്കളും നമ്മളോടൊപ്പം പിന്നീട് വന്ന് ഇതിനോട് സിനിമയോടൊക്കെ ഒരുപാട് പാഷനുള്ള ഒരുപാട് പേര് ചേർന്നുകൊണ്ട് നമ്മൾ ഒരു ചെറിയ ഒരുക്കിക്കൊണ്ട് വന്ന ചെറിയ ഒരു യൂട്യൂബ് ചാനലാണ്. പക്ഷെ ഇപ്പൊ 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. ഏതാണ്ട് നമ്മുടെ ലാസ്റ്റ് ഒരു 3-4 വീഡിയോസോളം 2 മില്യൺ 3 മില്യൺ വ്യൂസ് ആയിട്ടുണ്ട്. ഇതിപ്പോ ഇന്നത്തെ റിലീസിന് ശേഷം പ്രേക്ഷകർ തീരുമാനിക്കും ഞങ്ങളുടെ ജിന്നിന്റെ ഊത് എന്താവും എന്നുള്ളത്. ഉറപ്പായിട്ടും എല്ലാവിധ ആശംസയും പിന്തുണയും പ്രേക്ഷകർ അത് ഇരു കൈയും ചേർത്ത് സ്വീകരിക്കട്ടെ. താങ്ക് യു സോ മച്ച് ജോയിനിങ്. ഒരുപാട് സന്തോഷം വിഷ്ണു വി ഗോപാൽ പങ്കുവെച്ചേർന്നതിന്. എല്ലാവിധ ആശംസ. ഒരിക്കൽ കൂടി ഹാപ്പി ഓൺ അഗെയിൻ. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്നാലും ഇതുപോലെ പ്രേക്ഷകർക്ക് ഇതുപോലെ ഉള്ള സ്പെഷ്യൽ നിമിഷങ്ങൾ ആഘോഷങ്ങളൊക്കെ പങ്കുവെക്കാം. അതിനായുള്ള ഒരു ഫോമാറ്റ് നമുക്ക് വാട്സപ്പ് നമ്പർ ഉണ്ട്. 9346975748 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. അതിൽ സ്പെഷ്യൽ ഡേ എന്താണെന്നും അതിൽ പേരും ഡേറ്റും ഫോൺ നമ്പറും ചേർത്ത് വാട്സപ്പ് ചെയ്യുക. ഉറപ്പായും ഇതുപോലെ നമുക്ക് സൂം ലൈവും അല്ലെങ്കിൽ തത്സമയമൊക്കെ ചേരാം കേട്ടോ മോർണിംഗ് വൈബ്സിൽ. റൈറ്റ്. അപ്പോൾ ഇടുക്കി കുമിളിയിൽ പിതാവിൻ്റെയും രണ്ടാനമ്മയുടെയും മർദ്ദനത്തിനിരയായ ഷഫീഖിനെ നമുക്ക് ഓർമ്മയുണ്ടാകും. ആ ഷഫീഖിൻ്റെ പോറ്റമ്മയ്ക്ക് സർക്കാർ ജോലി ലഭിക്കുകയാണ്. സൂപ്പർ ന്യൂമറി തസ്തിക സൃഷ്ടിച്ചാണ് രാഗിണിക്ക് സർക്കാർ ജോലി നൽകുന്നത്. ജോലി വാഗ്ദാനം ചെയ്ത് 11 വർഷങ്ങൾക്ക് ശേഷമാണ് ജോലിക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുന്നത്. എന്നാൽ ഷഫീഖിനൊപ്പം താമസിക്കാനാകുന്ന തരത്തിൽ നിയമന സാധ്യതയുണ്ടെങ്കിൽ മാത്രമേ ജോലിയിൽ പ്രവേശിക്കൂ എന്ന നിലപാടിലാണ് രാഗിണി. ഈ റിപ്പോർട്ടോടുകൂടി മോർണിംഗ് വൈബ്സ് ഇന്നിവിടെ പൂർത്തിയാക്കുകയാണ്. വീണ്ടും നാളെ കാണാം. നല്ലൊരു പൂരാട ദിനം ആശംസിക്കുന്നു. നമസ്കാരം. പിതാവിന്റെയും രണ്ടാനമ്മയുടെയും ക്രൂരമർദ്ദനത്തിന് ഷഫീഖ് ഇരയായത്. ചട്ടുകം വെച്ച് പൊള്ളിച്ചും ഇരുമ്പ് പൈപ്പ് കൊണ്ട് ക്രൂരമായി മർദ്ദിച്ചും ദേഹമാസകലം മുറിവുകളുണ്ടാക്കി. വലതുകാൽ ഒടിഞ്ഞു തൂങ്ങിയ അവസ്ഥയിലായിരുന്നു 4 വയസ്സുകാരനെ അന്ന് ആശുപത്രിയിലെത്തിച്ചത്. ഷഫീഖിന് കെയർ ടേക്കറെ നൽകാൻ സർക്കാർ തീരുമാനിച്ചു. അങ്ങനെയാണ് ഇടുക്കി ഏലപ്പാറയിലെ അങ്കണവാടിയിൽ ഹെൽപ്പറായിരുന്ന രാഗിണി ഷഫീഖിന് അമ്മയായത്. ആശുപത്രി കിടക്കയിൽ ദേഹമാസകലം മുറിവുകളുമായി ചലനമറ്റ് കിടന്ന ആ 4 വയസ്സുകാരനെ വാവച്ചി എന്ന് വിളിച്ച് രാഗിണി അങ്ങനെ പോറ്റമ്മയായി. ഷഫീഖിനെ ഏറ്റെടുത്ത തൊടുപുഴ അൽ അസ്ഹർ ഗ്രൂപ്പ് പ്രത്യേക താമസ സൗകര്യവും തുടർ ചികിത്സയും നൽകി. 11 വർഷമായി രാഗിണി ഒപ്പമുണ്ടായിരുന്നെങ്കിലും 1 മാസത്തെ ആനുകൂല്യം മാത്രമാണ് രാഗിണിക്ക് ലഭിച്ചത്. വൈകിയാണെങ്കിലും സർക്കാരിൽ നിന്ന് ലഭിച്ച നിയമനത്തിൽ സന്തോഷമുണ്ട്.
എന്നാൽ ഷെഫീഖിനെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥലത്ത് ജോലിക്ക് പോകാനാകില്ലെന്നാണ് രാഗിണി പറയുന്നത്. ഇഞ്ചുറിയും ശരീരം മൊത്തം എല്ലാം കേടുള്ള നടക്കാൻ പറ്റാത്ത ഈ ഒരു കൊച്ചിനെ ഞാൻ 10 വർഷം 2013 മുതൽ അവനെ നോക്കുന്നല്ലേ. അവനൊരു അമ്മയായിട്ട് എന്നെ അംഗീകരിച്ചു കഴിഞ്ഞു, ഞാനും മോനായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു. ആ ഒരു ബന്ധത്തിൻ്റെ ആ വിലയും അതിൻ്റെ അളവും നമുക്ക് പറയാൻ പറ്റില്ല, അനുഭവിക്കണം എന്നല്ല അറിയത്തില്ല. ആ കൊച്ചിനെ ഇട്ടിട്ട് വേറൊരു ഓഫീസിൽ ജോലിക്ക് പോകാൻ പറ്റുമോ? അവൻ വേറൊരാളെ നിർത്തി ചെയ്യുവാന്ന് വെച്ചു. ആ നിർത്തി ചെയ്യുന്ന അവൻ അതിനോട് യോജിക്കണ്ട, ഇണങ്ങണ്ടേ? ഈ 10 വർഷം ഈ ജോലി ചെയ്തതിൽ എന്നെ ഗവൺമെൻറ്റാണ് അല്ലസർക്ക് കൊടുത്തത്, എന്നെയും കൊച്ചിനെയും. അപ്പം എൻ്റെ ചിന്ത, എൻ്റെ കാര്യങ്ങളൊക്കെ ബാക്കി ഗവൺമെൻറ് നോക്കിക്കോളും. അങ്ങനെ ഞാൻ ചിന്തിച്ചത്. അവരതിൻ്റെ പുറകിലുള്ള കാര്യങ്ങൾ, നടപടിക്രമങ്ങൾ അവർ ചെയ്തോളൂ എന്നാണ് ഞാൻ ഓർത്തത്. പക്ഷേ ഉണ്ടല്ലോ 10 വർഷമായിട്ട് നിയമങ്ങളും ഉത്തരവുകളും അല്ലാതെ അവസാന നിമിഷം ജോലി എന്ന നിയമം പറയുമ്പോൾ ഈ കൊച്ചിനെ ഞാൻ എങ്ങനെ ഇട്ട് ജോലിക്ക് പോകും? തൊടുപുഴ ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസിൽ അസിസ്റ്റന്റ് സൂപ്പർ ന്യൂമറ്റി തസ്തിക സൃഷ്ടിച്ചാണ് രാഗിണിക്ക് നിയമനം നൽകുന്നത്. എന്നാൽ ഷെഫീഖിനൊപ്പം നിന്ന കഴിഞ്ഞ 11 വർഷത്തെ ആനുകൂല്യങ്ങൾ നൽകണമെന്ന് രാഗിണി ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 തൊടുപുഴ. എസ് രാമേന്ദ്രൻ